ഇന്നലെ സർപ്പനുള്ള മായ എന്താ വരഞ്ഞത്? അയ്യോ, എനിക്കത് കണ്ടാ പേടിയാവും. ശകുതിലടുത്തേക്ക് പേടിയാവില്ലേ? ഏയ്, രസായിരുന്നു. കൊട്ടും പാട്ടും. അവസാനം ആ പെൺകുട്ടികൾ മുടിയച്ചിട്ട് തുള്ളുന്ന കണ്ടാ പാമ്പാന്നേ തോന്നും. ഒന്ന് കാണേണ്ട കാഴ്ചയാ. എന്തിനാ ഈ സർപ്പം തുള്ളല്? ആവോ, സർപ്പകോപം ഉണ്ടാവുമ്പോഴത്രേ സന്തതികൾ ഇല്ലാതാവണത്. പാട്ടും കൊട്ടും മുറുകുമ്പോ ആ കുട്ടികൾ തനിയെ ഇളകി തുള്ളുന്നത് കണ്ടാ എത്ര വിശ്വാസം ഇല്ലാത്തവരും വിശ്വസിച്ചു പോവും. ഇക്കുറി അമ്പാടിയിലെ സർപ്പം തുള്ളല് കേമായി അല്ലേ? കഴിഞ്ഞ തവണ എന്താ മോശം? നല്ല തങ്കപ്പെട്ട മനുഷ്യര്. അവരുടെ ഒത്തൊരുമയും സ്നേഹവും ഇന്നത്തെ കാലത്തൊരു അത്ഭുതം. അറിഞ്ഞു കൊടുക്കും. ആ നിറം അവിടെ കാണണ്ടേ? എന്ത് നിറം ഉണ്ടായിട്ടെന്താ? അമ്പാടിയിൽ ഒരു നിറവേറ് കണ്ടിട്ട് കാലം എത്രയായി? ശാരദയ്ക്കും സാവിത്രിക്കുട്ടിക്കും സന്തതികൾ ഉണ്ടാവാൻ അമ്പാടിക്കാരൻ നടത്താത്ത നേർച്ചയും കാഴ്ചയില്ല. അതും ശരിയാ. എന്തോ ഒരു ചിക്കൽ അവിടെ ഉണ്ട്. നല്ലവരെ ഈശ്വരൻ എന്നും പരീക്ഷിക്കുള്ളൂ. സർപ്പത്തിൽ നിന്ന് കഴിച്ചതോടെ പാപം തീർന്നില്ലേ? ഇനി കുട്ടികളുണ്ടാവില്ലേ? ഉണ്ടാവേണ്ടതാണ്. ഒരു കർമ്മം കഴിച്ചാ ഫലമില്ലാണ്ടിരിക്കുവോ? ഇക്കുറി എങ്കിലും അവരുടെ പ്രാർത്ഥന കേട്ടാ മതിയായിരുന്നു. ഗുരുവായൂരപ്പ, നാരായണ നാരായണ. ലക്ഷ്മി, എന്താമ്മേ? നേരം എത്രയായിട്ടും ആരും എഴുന്നേറ്റില്ലേ? ഇന്നലെ കിടക്കാൻ വൈകിയതല്ലേ? അമ്മ എന്തിനാ അത്ര നേരത്തെ എണീറ്റെ? ഉറക്കം വരണ്ടേ കുട്ടിയെ? ഓരോന്ന് ആലോചിച്ച് കിടക്കുമ്പോഴേക്കും നേരം വെളുത്തു. ആ കുമാരനെവിടെ? ഇന്നലെ രാത്രി തൊള്ള വിളിക്കാൻ തുടങ്ങിയതാ നന്ദിനി. ആ, അതൊക്കെ അവൻ നോക്കിക്കോളും. അമ്മ മിണ്ടാതെ ഒരിടത്ത് അടങ്ങിയിരിക്കുക. കുമാരാ, എടാ കുമാരാ, നിക്കാനാണ് പറഞ്ഞത്. എന്നെ വെറുതെ ഓടിക്കരുത്. കുമാരനാണ് ഈ പറഞ്ഞ ഓടിക്കരുതെന്ന്. അത്രക്കായ കുമാരാ, എവിടേക്ക് ഓടേ? കാശിക്ക്. ഇതിനൊക്കെ അങ്ങനെ എടുക്കാറായില്ലേ? നന്ദിനി പോലെ ഒന്ന് നിക്കാൻ. അയ്യോ, നിക്ക നന്ദിനി. അവിടെ അവിടെ നിക്കാനല്ലേ പറഞ്ഞത്? എന്തോ, വാ വാ, ഇങ്ങോട്ട് വാ. കുമാരാ, വരുന്നേ. അമ്മൂട്ടി, അമ്മൂട്ടിയെ. എന്താ മുത്തശ്ശി? ആ കുമാരൻ ഇനി എഴുന്നേറ്റില്ലേ? കണ്ടില്ല മുത്തശ്ശി. മുത്തശ്ശി വിളിച്ചാ? ദാ, നീ എവിടെ ആയിരുന്നടാ ഇതുവരെ? ഇന്നലെ രാത്രിയിൽ മുതൽ അമറാൻ തുടങ്ങിയതാ. നീ കേക്കണില്ലേ? ആര്? മുത്തശ്ശിയാ? കാലത്ത് വന്ന് തോന്നു ദിവസം പറയണോ? എടാ കൊശവാ നന്ദിനി കുട്ടി, വാവെടുത്തന്റെ ലക്ഷണ. അതിനിത്തിരി കുറുമ്പ് കൂടുന്നുണ്ട്. അല്ല മുത്തശ്ശി, വാവെടുത്ത് അവളെന്തിനിങ്ങനെ അമറുന്നത്? അവളെ ഇന്ന് എന്നെ ചവിട്ടിക്കണം. നീ ആ കുട്ടമ്മൂപ്പരോട് പറഞ്ഞ് ഏർപ്പാടാക്കൂ. കുട്ടമ്മൂപ്പൻ ചവിട്ടിയ നന്ദിനിക്കുട്ടി അമർച്ച നിർത്തോ? മാധവേട്ടനോട് ചോദിക്കാം, മൂപ്പർക്കറിയാതിരിക്കില്ല. നാരായണ നാരായണ കൃഷ്ണ. കുട്ടാ, എണീക്കിടാ. നേരെ എത്ര എന്ന വിചാരം? ബാല, ബാല. അച്ഛമ്മേ, നേരെ ഒരുപാടായല്ലേ? ആ, ഇന്ന് വേണമെങ്കിൽ ലീവ് എടുത്തോളൂ. ഇന്നലെ ഉറക്കൊഴിച്ചതല്ലേ? അയ്യോ, എന്തേ? പരീക്ഷ ഇങ്ങ് അടുക്കാറായി. എന്നാ വരൂ, ചായ കുടിക്കാം. അച്ഛമ്മ എന്തിനാ ദിവസവും ഇങ്ങനെ കോണി കയറി വരുന്നത്? എനിക്ക് ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല. നിന്റെ കുട്ടിയും കൂടെ കണ്ടിട്ടേ അച്ചമ്മ പോവൂ. അപ്പൊ കല്യാണം കഴിക്കണില്ല, കുട്ടി ഉണ്ടാവില്ലല്ലോ. അച്ഛമ്മ പോവാതിരിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. എനിക്ക് എന്റെ അച്ഛമ്മ മതിയെങ്കിലോ? കുമാരാ, കുമാരാ, ഇന്ന് കുറച്ച് മുത്താറിയും കറുകവേരും ചെമ്പരത്തിയും കൊണ്ടുവരണം. ഒരു കഷായം ഉണ്ടാക്കാനാ. ഏറ്റു. ഇന്ന് വൈദ്യശാലയിൽ സാധനം എത്തിയിരിക്കും. ഏറ്റത് നീയല്ലേ, അതുകൊണ്ടാ സംശയം. ആട്ടെ, ആ തെങ്ങിന് നാളെ വളം മേടിച്ചോ നീയെ? ഹൗഷോ, അത് മറന്നു. വെട്ടി കുഷ്മാണ്ടം ഒന്നിനൊരു ഓർമ്മയില്ല. ഓർമ്മയുണ്ടാവാൻ ഒരു അസ്തല് ലേഹ്യുണ്ട്, അത് ഞാൻ തരാം. രണ്ടുപേരും അങ്ങോട്ട് സേവിച്ചാ മതി. എന്റെ അമ്മേ, തൽക്കാലം വേണ്ട. ആ നന്ദിനിക്കുട്ടിയുടെ അമറിലിരുത്താൻ വല്ല ലേഖുണ്ടെന്ന് പറഞ്ഞാ മുത്തശ്ശി എന്നെ കിടത്തി പൊറപ്പിക്കണില്ല. അതവളെ ചവിട്ടിക്കാഞ്ഞിട്ടാ. ഇപ്പൊ അവളെ ചവിട്ടിച്ച ഒരു 10 മാസം കഴിയുമ്പോ അവൾ ചെറുതായിട്ടൊന്ന് പ്രസവിക്കും. ചെറുതായിട്ട് എങ്ങനെയാ പ്രസവിക്കുന്നത്? അതൊക്കെ നീ ആ പശുപാലയോട് പോയി ചോദിക്കേ.
വരുന്നു. എന്റെ പൊന്ന് നന്ദിനിക്കുട്ടിയല്ലേ, മോളിതങ്ങ് കുടിക്ക്. ആ കുമാരനൊന്നിങ് വന്നോട്ടെ, നിന്റെ കാര്യം അവൻ നോക്കിക്കോളും. ഞാൻ റെഡി. ആ ഞാൻ പറഞ്ഞില്ലേ, ഇവൻ സ്നേഹമുള്ളവനാ. വെറ്ററിനറി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കൂട്ടിട്ട് വാ. ആ. ഇപ്രാവശ്യം ഇഞ്ചക്ഷൻ കൊടുത്തു നോക്കാം. ഇവക്ക് പിടിക്കുമെന്ന് അറിയണമല്ലോ. എന്തിനാ ശ്രീധരേട്ടാ ഇഞ്ചക്ഷൻ ചെയ്യണേ? ഇഞ്ചക്ഷൻ അല്ലടാ, ഇഞ്ചക്ഷൻ. ആ അത് തന്നെ. എന്തിനാ? പ്രസവിക്കാൻ. അപ്പോ അതിനെ ചവിട്ടിക്കണ്ടേ? ചവിട്ടിക്കുന്നതിനേക്കാൾ ഇപ്പോ നല്ലത് ഇഞ്ചക്ഷനാ. ഔ, മൃഗങ്ങൾക്ക് അങ്ങനെയെങ്കിലും ഒരു വഴിയുണ്ടല്ലോ. എന്താണത് പറഞ്ഞേ? നാളെ തന്നെ ഡോക്ടറെ വിളിച്ചോണ്ട് വരാന്ന്. പോരാ, ഇന്ന് തന്നെ വേണം. കണ്ടില്ലേ അവിടെ ഒരു വിഷമം? കുമാരാ, എന്തോ ദാ വരുന്നു. മോളെ, മോളിതങ്ങ് കുടിച്ചേ, എല്ലാം ഞാൻ ശരിയാക്കി തരാടി. സാവിത്രി അടുത്ത് എന്നെ വിളിച്ചോ? എന്താ കുമാര എങ്ങനെ ഒരു മറവി? സാവിത്രി അടുത്ത് എന്താ എന്നോട് പറഞ്ഞിരുന്നത്? ആ, ഇഞ്ചക്ഷന്റെ കാര്യം. അത് വേണ്ട സാവിത്രി അടുത്ത്. പ്രസവിച്ചില്ലെങ്കിൽ പ്രസവിച്ചില്ല എന്നുള്ളൂ. കുത്തി വെച്ചിട്ട് അത് വേണ്ട. കുമാരൻ എന്തൊക്കെയായി പറയണേ? പ്രസവിക്കാൻ ഇഞ്ചക്ഷൻ ചെയ്യണമെന്ന് ആരാ പറഞ്ഞേ? ഓ, അത് പറഞ്ഞ ശ്രീധരേട്ടനാണല്ലോ. ശ്രീധരേട്ടൻ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞാ കേൾക്കണ്ടേ? ഇഞ്ചക്ഷൻ ചെയ്ത് എന്നെ പ്രസവിച്ചാ മതിന്ന്. ആരാ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തേ? അത് മനസ്സിലിരുന്നാ മതി. ലക്ഷ്മി അടുത്തോട് ഞാൻ പറഞ്ഞു കൊടുക്കും. എന്താ സാവിത്രി? എന്തിനാ കുമാര സാവിത്രിക്കുട്ടി കരയണത്? വാവടത്തില്ലേ? അതിന് ശ്രീധരേട്ടൻ പശുവിന് ഇഞ്ചക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതാ ചവിട്ടിച്ചാ മതിന്ന്. ശ്രീധരേട്ടന് ഒരേ നിർബന്ധം, ഇഞ്ചക്ഷൻ തന്നെ വേണമെന്ന്. അതിന് സാവിത്രിക്കുട്ടി കരയേണ്ട കാര്യം എന്താ? സാവിത്രി അടുത്ത് എന്റെ പക്ഷത്താ, ഇഞ്ചക്ഷൻ വേണ്ടാന്ന്. എത്രയുള്ള കാര്യം. ആ കുമാര, ബാലന് കാവശ്ശേരിയിലെ പെൺകുട്ടിയുടെ ജാതകം പഠിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് ഏറ്റു. നാളെ പോയേക്കാം. ഈ കുമാരൻ എന്ത് പറഞ്ഞാലും നാളെ. എന്നാ ഏറ്റു, ഇപ്പൊ തന്നെ പോയേക്കാം. ആ എന്തിനാ സാവിത്രിക്കുട്ടി ഈ നിസ്സാര കാര്യത്തിന് കരയണേ? ഈ അടുത്തേക്ക് ഇത് നിസ്സാരായിരിക്കും. എനിക്കങ്ങനെയല്ല. ഇഞ്ചക്ഷൻ ചെയ്തെന്ന് വെച്ചിട്ട് എന്താ? പ്രസവിക്കുന്ന ഉറപ്പല്ലേ? നല്ല ഒന്നാന്തരം കുട്ടിയെ കിട്ടുകയും ചെയ്യും. എന്നാ എടുത്തേക്ക് ആയിക്കൂടെ? എന്നെ തന്നെ പരീക്ഷിക്കണ എന്താ? നീ എന്താ കുട്ടി പറയണേ? ഇഞ്ചക്ഷന്റെ കാര്യം തന്നെയാ. ഇഞ്ചക്ഷൻ ചെയ്ത് എനിക്ക് പ്രസവിക്കണ്ട. നീ ഇഞ്ചക്ഷൻ ചെയ്യണമെന്ന് ആരാ പറഞ്ഞത്? ഈ ഏടാകൂടങ്ങളൊക്കെ ആരാ പറയാ? ശ്രീധരേട്ടനല്ലാതെ. എടി മണ്ടി, ശ്രീധരൻ പശുവിന്റെ കാര്യല്ലേ പറഞ്ഞത്? പിന്നെ കുമാരൻ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. ആ പൊട്ടം പറയണ കേട്ട് നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചാലോ? വേഗം പോയി മുഖം കഴുത്. ലക്ഷ്മി അടുത്ത് കാണണ്ട. ഓ ഭാഗ്യം, ഒന്നും എന്നെ ഏൽപ്പിക്കാത്ത ഒരാളെങ്കിലും ഈ വീട്ടിലുണ്ടല്ലോ. ആട്ടെ, അമ്മട്ടിക്ക് ഒരു ആവശ്യമില്ലേ? എനിക്കിപ്പോ ആവശ്യം മുത്തശ്ശിക്ക് ചായ കൊടുക്കാൻ പാലാ. മുത്തശ്ശിക്ക് ഇതുവരെ ചായ കൊടുത്തില്ലേ? മുത്തശ്ശിക്കുന്നല്ല, ഇവിടെ ആർക്കും ചായ കൊടുത്തിട്ടില്ല. പാല് വേണ്ടേ? പശുവിനെ കറന്നോ? കറന്നല്ലോ. പാലിന്റെ പാല് ഞാൻ തന്നില്ലേ? ഈശ്വര, പാല് ഞാൻ പിന്നെ എവിടെ കൊണ്ട് കൊടുത്തു? എന്റെ അമ്മേ, നന്ദിനി അല്ല കറമ്പി. എന്നാലും കുമാരൻ പറയണതായിട്ട് വിശ്വസിച്ചല്ലോ. ഞാനിത് ശ്രീധരുണിന്റെ അടുത്ത് പറയണുണ്ട്. അയ്യേ വേണ്ട കേട്ടോ. എന്താ രണ്ടാളും തമ്മിൽ ഒരു രഹസ്യം? ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. കുമാരൻ എന്തോ പറഞ്ഞു എന്ന് വെച്ചിട്ട്. ഓ, അവന്റെ കാര്യമാണെങ്കിൽ എനിക്ക് കേൾക്കണ്ട. ആ അമ്മൂട്ടി, നീ അവന് ഊണെടുത്ത് വെക്ക്. ഇനി എപ്പോഴാണാവോ എഴുന്നള്ളത്ത്? നേരെ ഒരുപാടായില്ലേ, നിങ്ങൾ പോയി കിടന്നോളൂ. വേണ്ട, എന്നും മാധവട്ടിനടുത്തൊന്നും എനിക്കാ ചീത്ത കേൾക്കണേ. ലക്ഷ്മി അടുത്തെ കൊണ്ടുള്ള പണിയൊക്കെ എടുപ്പിച്ചിട്ട് ഞങ്ങൾ തിന്നു കൊഴുക്കുകയെന്ന്. അവനോട് ഞാൻ സമാധാനം പറഞ്ഞോളാം. ചെല്ല്, ഇതൊന്ന് തീർന്നോട്ടെ. അതവിടെ വെച്ചോളൂ. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, സഹായത്തിന് അമ്മൂട്ടിയില്ലേ? ശ്രീധരൻ അവിടെ കയറൂറുന്നുണ്ടാവും. ആ, ഗുരുവായൂരിന്ന് കൊണ്ടുവന്ന എണ്ണ സേവിക്കാൻ മറക്കണ്ട കേട്ടോ. അയ്യോ, ഇനി അമ്മയൊന്ന് കിടത്തി ഉറക്കാനുള്ള പാടാ. നാരദ രാഘവ സംവാദം ഇങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ. ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യന് മുക്തി ലഭിക്കുമതിനില്ല സംശയം. രാമാ, ഇനി അച്ഛൻ ഉറങ്ങിക്കോ. ഇങ്ങ് അടുത്ത് വരൂ. എന്താ? ഇവിടെ ഇരിക്കൂ. നീ ക്ഷീണിച്ചു വരിക. ഒരു ക്ഷീണവും ഇല്ല. 5 കിലോ കൂടിയിട്ടുണ്ട്. എന്താടാ, തല തേച്ച് കുളിക്കണമൊന്നുമില്ലേ? അച്ഛമ്മേ, നാളത്തെ ക്ലാസ്സിലേക്കുള്ള ചോദ്യപേപ്പർ തയ്യാറാക്കണം. അതൊക്കെ പിന്നെ തയ്യാറാക്കാം. അച്ഛമ്മ ഒരു വിശേഷം പറയാം. എന്താ? എന്താ വിശേഷം? പിന്നെ ആ, നാണമില്ലല്ലോടാ.
പോത്തുപോലെ ആയിട്ട്. മാനിക്കാനൊന്നുമില്ല. എത്ര പ്രായമായാലും ഇവൻ എനിക്ക് കുട്ടിയാ, അല്ലേ മോനെ? ഓ, ഒരു ഇള്ള കുട്ടി. എണീക്കടാ അവിടുന്ന്. നീ അവിടെ കിടക്കടാ. ഇതായിപ്പോ കൂത്ത്. അമ്മയ്ക്ക് ഉറങ്ങണ്ടേ? വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഞാൻ അറിയാതെ അമ്മൂട്ടിയെ കൂട്ടുപിടിച്ച് അമ്മ പായസം ഉണ്ടാക്കി കഴിച്ചല്ലേ. അവൾക്ക് എന്റെ കയ്യിൽ നിന്ന് തിമിർത്തും കിട്ടി. മാസത്തിൽ ഒരിക്കൽ ജന്മനാളിൽ ഞാൻ ഉണ്ടാക്കി തരുന്നില്ലേ ഇഷ്ടപ്പെട്ട പായസം? സൂക്ഷിക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ. ആ, മരുന്ന് കഴിക്കമ്മേ. എനിക്ക് വേണ്ട. കഴിക്കമ്മേ. വേണ്ടാന്ന് പറഞ്ഞില്ലേ? നാളെയും പായസം ഉണ്ടാക്കി കഴിക്കും. ആരാ തടയാൻ നോക്കട്ടെ? ഇത് എന്റെ വീടാ. ഇവിടെ ആരും എന്നെ ഭരിക്കാൻ വരണ്ട. അല്ലെന്ന് ആരും പറഞ്ഞില്ലല്ലോ. നാളെ അമ്മയ്ക്ക് ഞാൻ പായസം ഉണ്ടാക്കി തരാം. ഇപ്പൊ ഇത് കഴിക്കമ്മേ. വേണ്ട. കഴിക്കച്ചമ്മേ. ഞാനല്ലേ പറയുന്നത്. നീ പറയണോണ്ട് കഴിക്കാം. ബാല, കാവശ്ശേരിയിൽ ഒരു പെൺകുട്ടി ഉണ്ട് അത്രേ. വലിയ തറവാട്ടുകാരാ. ജാതകം ചോദിച്ചിട്ടുണ്ട്. ആദ്യം അമ്മ ആ കുട്ടിയെ ഒന്ന് കാണണം. അല്ല, അമ്മ അങ്ങോട്ട് ചെല്ലണമെന്നില്ല. ഇവിടെ വരട്ടെ. അമ്മക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ആലോചിക്കാം. അതാ ശരി. ഇവളെ പെണ്ണ് കണ്ടത് ഞാനാ. ഞാൻ പറഞ്ഞു നിന്റെ അച്ഛന്റെ അടുത്തേ ഇവളെ കെട്ടിയാ മതിയെന്ന്. വേണ്ട അച്ചമ്മേ, എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. എന്താടാ? നാട്ടുകാര് പറയുന്നത് എന്താണെന്നറിയോ? ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് അമ്പാടി തറവാടാണെന്ന്. അത് തകർക്കാൻ ഒരുത്തി ഇവിടെ വരണ്ട. വരണ കുട്ടി അത്ര കാര്യം ആവണമെന്നില്ലല്ലോ. ആലോചിച്ചിട്ടൊക്കെ തീരുമാനിച്ചാ മതി. എന്നാലും വേണ്ടമ്മേ. അത് ഞാൻ തീരുമാനിച്ചോളാട്ടോ. നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം ഈ അമ്പാടിയിൽ ഒരു കുഞ്ഞുണ്ടാവാൻ. അതിനെ ഈ കൈകൊണ്ട് എടുക്കണം എനിക്ക്. അതിനുള്ള ഭാഗ്യം ഉണ്ടാവോ? അമ്മ കിടന്നോളൂ, ഞാനിപ്പോ വരാം. മോളെ, നീ എന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്ക് പാടുപെടണത്? സാവിത്രിയും ശാരദയും സഹായത്തിന് വിളിച്ചൂടെ? ഓ, അവര് കുട്ടികളല്ലേ അമ്മേ. പിന്നെ അമ്മൂട്ടി ഉണ്ടല്ലോ എനിക്ക് സഹായത്തിന്. ബാലൻ പറഞ്ഞത് നേരാ. നമ്മുടെ തറവാടൊരു സ്വർഗാക്കിയത് എന്റെ മോളാ. നിനക്ക് മാത്രം നെടുമങ്ങല്യത്തിന് യോഗം ഇല്ലാണ്ട് പോയി. സാരമില്ല അമ്മേ, എല്ലാം എല്ലാവർക്കും തികയാറില്ലല്ലോ. ഇവിടെ എനിക്ക് എന്താ ഒരു കുറവ്? വെറുതെ മനസ്സ് വിഷമിപ്പിക്കാതെ അമ്മ കിടന്നുറങ്ങിക്കോളൂ. രണ്ടുപേരും കൂടെ മത്സരിച്ച് എണ്ണയും നെയ്യും സേവിക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറെ ആയല്ലോ. എന്നിട്ടും ഫലം തഥൈവ. അതിനെന്റെ കുഴപ്പമൊന്നുമല്ല. പിന്നെ എന്റെ കുഴപ്പമാണോ? രണ്ടുപേർക്കും കുഴപ്പമില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? മരുന്ന് പഴക്കിനെടുത്ത് മന്ത്രവും പൂജകളും ജയിച്ചു എന്ന് വരും. ഈ വർഷം തറവാട്ടില് ഒരു കുട്ടി ഉണ്ടാവുന്ന അത്രേ മല്ലിശ്ശേരി തിരുമേനി പറഞ്ഞത്. ഉണ്ടാവും, തീർച്ചയായും. 9ാം മാസത്തിൽ തന്നെ നല്ല വെളുത്ത് കൊഴുത്ത ഒരു കുട്ടി. ഓ, എന്നെ കളിയാക്കല്ലേ? കാര്യമായിട്ട് തന്നെ പറയുന്നേ. പക്ഷെ നിനക്കല്ല. ശാരദീർത്തിക്കായിരിക്കും. എന്നാലും എനിക്ക് അസൂയൊന്നുമില്ല. ഈ തറവാട്ടില് ഒരു കുട്ടി ഉണ്ടായാ മതി. ശാരദേട്ടത്തിക്കുമല്ല, നമ്മുടെ ജെർസി പശുവിന് ഇന്ന് ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. സാവിത്രിക്കുട്ടി, എന്നെ വിടാൻ. ആ പിന്നെങ്ങനാ? അത് തന്നെ ഞാനും ചോദിക്കണേ. ഇങ്ങനെ കുറെ കഴിച്ചോണ്ട് എന്ത് വിശേഷം? നിങ്ങൾ കൊണ്ടുതന്ന ഒരുപാട് മരുന്ന് ഞാൻ കഴിച്ചില്ലേ? എന്നിട്ട് എന്തെങ്കിലും ഫലം ഉണ്ടായോ? ഇത് നല്ല ശക്തിയുള്ളൊരു മരുന്നാ. ഗുൽഗുലും ചില പ്രത്യേക മരുന്നുകളൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതാ. ഇത് കഴിച്ചാ ഫലം ഉണ്ടാവും. എനിക്ക് നിങ്ങളുടെ വൈദ്യത്തിൽ ഇപ്പൊ ഒട്ടും തന്നെ വിശ്വാസം ഇല്ലാണ്ടായിരിക്കണം. തെറ്റ്. വിശ്വസിക്കണം, എന്നാലേ ചികിത്സയ്ക്ക് ഫലം ഉണ്ടാവൂ. വിശ്വസിച്ചില്ലേ ആ കറുത്തേർത്ത പങ്കുണ്യാര്? 48ാമത്തെ വയസ്സിലാ അയാള് കല്യാണം കഴിച്ചത്. ഒരു 25കാരി. 5 കൊല്ലം നടന്നു, കാണാത്ത ഡോക്ടർമാരില്ല. അവസാനം എന്റെ അടുത്ത് വന്നു, ചികിത്സിച്ചു. കുട്ടി ഉണ്ടായോ? വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പറയേ, കുട്ടി ഉണ്ടായോ? ഉണ്ടായി. നാട്ടുകാര് പറയണേ അയാളുടെ അല്ലെന്നാ. അസൂയ, അതിന് ചികിത്സയില്ല. ഈ മാധവനുണ്ണിയുടെ ഒറ്റ ചികിത്സ കൊണ്ടാ അത്. നീ ഏതായാലും ഒരു കാര്യം ചെയ്യേ. താ, ധൈര്യമായിട്ട് വിളമ്പിക്കോളൂ അമ്മൂട്ടി, നല്ല വിശപ്പുണ്ട്. കൂമ്പാരം കൂട്ടി ചോറില്ലേ സാമ്പാർ വെച്ചുണ്ടുമ്പോഴേ വിശപ്പ് മാറിക്കല്ലോ കേട്ടോ. അയ്യോ,
വാങ്ങിച്ചുകൊണ്ടുണ്ട്. ഏ അതെ, അമ്മുട്ടി പറഞ്ഞത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന്. ഞാനൊന്നും വാങ്ങാൻ പറഞ്ഞില്ലല്ലോ. ദേ, അമ്മുട്ടി വളം മേടിച്ചിട്ട് വരാൻ പറഞ്ഞില്ലേ? ഇതാ ഇപ്പൊ നന്നായേ. കുമാരേട്ടൻ വല്ല സ്വപ്നവും കണ്ടോ? അപ്പൊ ആരാ വളം മേടിക്കാൻ പറഞ്ഞത്? ഷോ, വളയല്ല, മാധവേട്ടൻ വളത്തിന്റെ കാര്യമാണല്ലോ പറഞ്ഞത്. ആ, ഏതായാലും വാങ്ങിയില്ലേ, അമ്മുട്ടി എടുത്തോ. ആ, അവരിതൊന്നും മതിയാവില്ല അമ്മൂട്ടി. ഇനിയും ബാക്കിയില്ലേ കലത്തില്. ഇങ്ങനെ മൂക്കുമുട്ട ഉരുള ഉരുട്ടി വിഴുങ്ങുന്നുണ്ടല്ലോടാ. ഇവിടെ നിന്നെ കൊണ്ട് ഉപദ്രവമല്ലാതെ എന്തെങ്കിലും ഉപകാരം ഉണ്ടോടാ? എന്റെ ലക്ഷ്മിയെടുത്തി പറഞ്ഞത് എന്റെ ചങ്കി കൊണ്ടു. ഉഹും. ഊണ് കഴിക്കുമ്പോ ഈ പറഞ്ഞത് കുത്തുവാക്കാണെങ്കിലും കുമാരൻ എഴുന്നേറ്റ് പോകൂല. മനുഷ്യൻ ചോറിനെ നിന്ദിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കൊന്നും തോന്നിയിട്ടില്ല. അമ്മുട്ടിയെ അവയിലുണ്ടെങ്കിൽ തിരിങ്ങിട്ട്. ആ, എന്നാ ഞങ്ങൾ പോട്ടെ. ആ. എടാ പോട്ടെ എന്നല്ല, പോയി വരട്ടെ എന്ന് പറയണം. നമ്മൾ യുദ്ധത്തിനൊന്നും പോകില്ലല്ലോ, പോയി വരട്ടെ എന്ന് പറയാൻ. അതെ, യുദ്ധത്തിന് തന്നെയാ, കർമ്മയുദ്ധം. നമ്മൾ ജീവിക്കുന്നത് തന്നെ യുദ്ധത്തിന്റെ നടുവിലാ. അതുകൊണ്ടാ ഞാൻ പറയുന്നത്. അത് നന്നായി. ബാല, നീ എന്താ കാണിക്കുന്നേ? ചെറിയച്ഛൻ സംസാരിക്കില്ലെന്നുള്ള കണ്ടീഷൻ ആണെങ്കിൽ വണ്ടി കയറിക്കും. ക്ലാസ് എടുക്കുന്നതൊക്കെ അങ്ങ് സ്കൂളിൽ ചെന്നിട്ട്. ഞാൻ മിണ്ടുന്നില്ല. എന്നാലും ഒരു അധ്യാപകനൊക്കെ മിണ്ടത്തില്ലേ? ദുഷ്യന്തനിൽ നിന്നും ഗർഭിണിയായ ശകുന്തള ദുഷ്യന്തനെ ഓർത്ത് മനോവിഷമം പൂണ്ടിരിക്കുന്ന സന്ദർഭമാണ് നമ്മുടെ പാഠ്യഭാഗം. ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദനയും അനുഷ്ഠിക്കുന്ന ത്യാഗവും നിർവചിക്കാനാവാത്തതാണ്. അതിന് തുല്യമായി ലോകത്ത് മറ്റൊന്നുമില്ല. മഹാകവി ഉള്ളൂരിന്റെ പ്രേമസംഗീതത്തിൽ ഇതിനുദാഹരണമായി ഒരു പദ്യശകലമുണ്ട്. ചൂടാൻ മലരും ഘനമായി തോന്നിന ദോഹദകാലത്തിൽ ചുമന്നിരിപ്പൂ ദുർഭരഗർഭം സുഖേന ജനയിത്രി. ചൂടാനുള്ള പൂ പോലും ഭാരമായി തോന്നുന്ന വ്യാക്കൂണിന്റെ സമയത്ത് വയറ്റിൽ തന്റെ കുട്ടിയെ പേറുന്നത് ഒരു ഭാരമായി അനുഭവപ്പെടുന്നില്ല. മറിച്ച് ആ മാതാവിന് അത് സുഖമായിട്ടാണ് തോന്നുന്നത്. മുത്തശ്ശി, ലക്ഷ്മിയെടുത്തി, എടാ, നോക്കി നിൽക്കാണ്ട് മാധവനും ശ്രീധരനും ബാലനും ഒക്കെ വരാൻ പറയാ. എന്താ മുത്തശ്ശി, സാവിത്രിയടുത്തേക്ക് എന്ത് പറ്റി? എടാ തിരുമണ്ട, ശ്രീധരൻ ഒരു അച്ഛനാവാൻ പോണു. അപ്പൊ ഞാൻ എല്ലാരും അറിയിക്കട്ടെ. ഇപ്പൊ ആരെയും അറിയിക്കൊന്നും വേണ്ട. മോളകത്തേക്ക് വാ. വേണം. ആ ഡാക്ടറെ ഇങ്ങോട്ട് വിളിച്ചോളൂ. കണ്ടില്ലേ മുഖത്തൊരു വളർച്ച? എനിക്ക് ഇന്നലെ മുതലേ തോന്നിയതാ. നോക്കി നിൽക്കാണ്ട് പോടാ. ആ, വരുമ്പോ കുറച്ച് പച്ചമാങ്ങയും കൂടെ പൊട്ടിച്ചോളൂ. വരൂ വരൂ. എന്താ എന്റെ കുട്ടിയെ? ഇതിന് അലോപ്പതിയിൽ ചികിത്സയില്ല. താൻ പേടിക്കണ്ട. നമ്മുടെ താഴത്തേലെ പാറൂട്ടിയുടെ അവസ്മാരം എങ്ങനെയാ മാറിയത്? മാറിയോന്നോ? നിശേഷം മാറി. ഇനി അവൾക്ക് ധൈര്യമായിട്ടൊരു കല്യാണം ആലോചിക്കാം. എപ്പോഴും കയ്യിലൊരു താക്കോൽ കൂട്ടം കരുതണമെന്ന് ഇത്തരം പറയലടാ. ഇതിന്റെ പ്രതിവിധി എന്താണെന്നറിയോ നിനക്ക്? വിവാഹം. അതാണ് എന്റെ ചികിത്സ. ഒരു പ്രസവം കഴിഞ്ഞാ അവസ്മാരം പമ്പ അടക്കും. പ്രസവിച്ചില്ലെങ്കിലോ? അത് അപ്പൊ പോരെ. പാറൂട്ടിയുടെ അവസ്മാരം ഞാൻ മാറ്റും. മാധവേട്ടോ, എന്താടാ? അയ്യോ, ശാരദയെടുത്ത് ഛർദിച്ചു. വില്ലാതി ഒഴി തരാം, അത് കൊടുത്താ മതി. അയ്യോ, ആ ഛർദിയല്ല, മാധവേട്ടനൊരു അച്ഛനാവാൻ പോണു. ഗുരുവായൂരപ്പാ. ഞാൻ ബാലനെ ശ്രീധേട്ടനെ വിവരം അറിയിക്കട്ടെ. ആ, മുത്തശ്ശി വേഗം ചെല്ലാൻ. ഞാൻ എന്താ എത്തി. അറ്റ കൈക്ക് പ്രയോഗിച്ചതാ ആ ഗുൽഗുലു. ഇപ്പൊ എങ്ങനെയുണ്ട് ഈ മാധവനുണ്ണിയുടെ ചികിത്സ? എന്തായാലും നന്നായി. കല്യാണം കഴിഞ്ഞ് 10 കൊല്ലമായില്ലേ, ചികിത്സ ഇപ്പോഴെങ്കിലും ഫലിച്ചുല്ലോ. എടാ, നീ കുറച്ച് മഹാധനന്തരം എടുക്ക. ഇയാളൊരു കാര്യം ചെയ്യാം. വാ ഒന്ന് കഴിഞ്ഞിട്ട് രോഗിയെ കൊണ്ടുവരാം. നല്ലൊരു ദിവസം നോക്കി നമുക്ക് ചികിത്സ അങ്ങോട്ട് തുടങ്ങാം. ആ, കല്യാണക്കാരെ എവിടം വരെ എത്തിയപോലെ? മുറുകി വരുന്നു. മലയാള ഭാഷ കഠിനമാണേ. കണക്കും സയൻസും പോലെയൊന്നും അല്ല. അത് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല. ഭാഷാധ്യാപകന്റെ വേതനം കൂട്ടിയേ തീരൂ. അത്രയ്ക്ക് ദുർഘടമാണത് പഠിപ്പിക്കാൻ.
ശ്രീധരൻ മാസ്റ്റർ പഠിപ്പിക്കുന്നതിന് പകരം കഥകളിക്ക് പോയിരുന്നു. അതാണ് ഈ ശ്രീധരന്റെ ശൈലി. വിദ്യാർത്ഥികളുടെ ഹൃദയങ്ങളിലേക്ക് ആഴത്തിലിറങ്ങി ചെല്ലുക. റിസൾട്ട് വരുമ്പോ ഇതിന്റെ കേമത്തിലൊന്നും കാണില്ല മാഷെ. കാണില്ല. പരീക്ഷ പാസ്സായാലല്ല പഠനം. പഠനത്തിന്റെ കാര്യം ചെറിയച്ഛൻ എപ്പോഴും പറയുന്നുണ്ടല്ലോ. നിർത്ത്. പഠനമല്ല പഠനം. ഠാ, ഠാ. കണ്ടില്ലേ, ഭാഷ നശിച്ചു. ശ്രീധരേട്ടാ, ശ്രീധരേട്ടൻ ഒരു അച്ഛനാവാൻ പോണു. ഏ? ആ കുമാര, സത്യമാണോടാ? സത്യം. അമ്മുട്ടി ഛർദിച്ചു. ഗർഭാന്ന് മുത്തശ്ശി പറഞ്ഞു. ഏ? ചെറിയച്ഛ, എന്താ മാഷെ, അമ്മൂട്ടി ഇവിടുത്തെ വേലക്കാരിയല്ലേ? ആ. മുത്തശ്ശി വേഗം ചെല്ലാൻ പറഞ്ഞു. ഞാൻ ഡോക്ടറെ വിളിക്കാൻ പോവാ. എന്താ ഈ കാണിക്കണ ശാരദേ? പതുക്കെ പതുക്കെ. എന്താ അത്? ഇപ്പൊ ഒറ്റത്തടി അല്ലാന്നൊരു ഓർമ്മയുണ്ടാവണം. അപ്പന്റെ ഗുലുഗുലു ഏറ്റു അല്ലേ? ഇന്നലെ തന്നെ എനിക്ക് തോന്നി ശാരദയ്ക്ക് എന്തോ ഒരു മാറ്റം. അസ്വാസ്ഥ്യമൊന്നും തോന്നണില്ലല്ലോ. ഞാൻ മഹാധനേന്ദ്രം കൊണ്ടുവന്നിട്ടുണ്ട്. മാധവേട്ടൻ എന്തൊക്കെയാ പറയണേ? വിവരറിഞ്ഞു. ഛർദിച്ചു എന്ന് കേട്ടപ്പോഴേ എനിക്ക് ബോധ്യായി. ഇനി ഓടിച്ചാടി നടക്കാനൊന്നും പറ്റില്ല. ഛർദിച്ചു ഞാനല്ല, സാവിത്രിക്കുട്ടിയാ. പാവം, നല്ല തലചുറ്റലുണ്ട്. അമ്മൂട്ടി, അമ്മൂട്ടി, അമ്മൂട്ടി. എന്താ ശ്രീധര? മധുവേട്ടാ, എന്നോട് ഇത് വേണ്ടായിരുന്നു. എന്ത് വേണ്ടായിരുന്നു? സന്തോഷിക്കേണ്ട സമയല്ലേ ഇത്? വേലക്കാരിയിൽ ഒരു കുട്ടി ഉണ്ടായിട്ട് അമ്പാളിയിലെ ശ്രീധരൻ അച്ഛനാവണ്ട. മാധവേട്ടനോട് ഞാൻ ഇതുവരെ ഒരു മര്യാദ കുറവ് കാണിച്ചിട്ടില്ല. എന്തൊക്കെയാ ശ്രീധര നീ പറയണേ? എനിക്ക് വ്യക്തമായിട്ടറിയാം. ഈ തറവാട്ടിൽ നമ്മൾ 3 ആണുങ്ങളാ. ഏട്ടനും ഞാനും ഇവനും. ഇവൻ എട്ടും മുട്ടും തിരിയാത്ത കുട്ടിയാ. അമ്മുട്ടയ്ക്ക് ഗർഭമുണ്ടാകണമെങ്കിൽ ഞാനല്ലാതെ മറ്റൊരാൾ ഏട്ടൻ മാത്രമേ ഉള്ളൂ. പറയൂ മാധവേട്ട, തെറ്റ് ചെയ്തിട്ട് എന്റെ പെടലേക്ക് വെക്കണത്. വിടി ചെറിയച്ഛ, നമുക്ക് ആ അമ്മൂട്ടിയോട് ചോദിക്കാം. എന്താ ശ്രീധര? കുടുംബത്തിന് മാനക്കേട് വരുത്തി വെച്ചില്ലേ? ഏട്ടത്തി പ്രായത്തിന് എന്നെക്കാൾ ചെറുപ്പമാണെങ്കിലും സ്ഥാനത്തിന് എന്റെ ഏട്ടത്തി അമ്മയാ. ഞാൻ അങ്ങനെ കരുതിയിട്ടുള്ളൂ. നുണ പറയാൻ എനിക്ക് അറിയില്ല. എന്നെ പഠിപ്പിച്ചിട്ടില്ല. സത്യം ഏട്ടത്തി, ഈ ഗർഭത്തിന് ഉത്തരവാദി ഞാനല്ല. ഞാൻ അറിഞ്ഞ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. മാധവേട്ടനായി കടുക ചെയ്തത് എന്റെ സ്വന്തം ഏട്ടൻ. ഏട്ടനെങ്കിലും ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അവളെ വിളിക്ക്. സത്യം ഇപ്പൊ അറിയണം. എന്റെ ഈശ്വര, ആളുകളുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? എന്താ ഇവിടെ ഒരു ബഹളം? എന്താ മാധവനുണ്ണി? ശ്രീധരൻ അകത്തേക്ക് ചെല്ല്. സാവിത്രിക്കുട്ടി കിടക്കുക. ഒന്നുമില്ല, ഒരു തലചുറ്റല്. അതിന്റെ ലക്ഷണം തന്നെയാ. ചെയ്ത വഴിപാടുകൾക്കൊക്കെ ഫലം കിട്ടാതിരിക്കൂ. ആ ചെല്ല് ചെല്ല്, ഒരു ചോക്ലേറ്റിനെങ്കിലും മേടിച്ചോണ്ട് വാ. അപ്പോ ഛർദ്ദിച്ചത് സാവിത്രിക്കുട്ടിയാണോ? ആ പേടിക്കാനൊന്നും ഇല്ലെന്നേ. ആ ഡോക്ടറെ കണ്ടില്ലല്ലോ. ആ ബാല, നീ ചെന്ന് ഒരു കരിക്ക് ചെത്തിക്കൊണ്ടുവാ. അവൾക്ക് വല്ലാത്ത ക്ഷീണമുണ്ട് കേട്ടോ. ബാല, ശ്രീധരൻ ഇത് എന്താ പറ്റിയേ? പറ്റിയതല്ല, പറ്റിച്ചതാ ആ കുമാരൻ. ചെറിയമ്മേ, ഈ ഏടാകുടമെല്ലാം ഉണ്ടാക്കിയതാ കുമാരനാ. അമ്മൂട്ടി ഛർദ്ദിച്ചെന്നാ അവൻ സ്കൂളിൽ വന്ന് പറഞ്ഞത്. ശോ, ഇങ്ങനെ ആളുകളെ കുരങ്ങ് കളിപ്പിക്കരുത്. ആ നോക്കി നിൽക്കാതെ നീ പോയി കരിക്ക് കൊണ്ടുവാ. ആ, ഈ മഹാധനത്തിൽ ഇരിക്കട്ടെ. എന്റെ കാടാമ്പുഴ ഭഗവതി. ആ കൊറേ നേരെ കാത്തിരിക്കണു. കുറച്ച് പേഷ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ വലിയ സീരിയസ് ഉള്ള കാര്യമൊന്നും ആയിരിക്കില്ലെന്ന് എനിക്കറിയാം. മുത്തശ്ശി പിടച്ചില് തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. ഓ, സാവിത്രിക്കുട്ടി അവിടെ മുകളിൽ കിടക്കാണ്. സുജാത വാ. ആൺകുട്ടി ആയിരിക്കും, സംശയമില്ല. മാധവനെ വയറ്റിലുള്ളപ്പോ പെണ്ണായിരിക്കും എല്ലാരും പറഞ്ഞു. ആൺകുട്ടി ആയിരിക്കും ഞാൻ തറപ്പിച്ച് പറഞ്ഞു. ബാലന്റെ കട അത് തന്നെ. ആണായാലും പെണ്ണായാലും തറവാട്ടിലൊരു കുഞ്ഞുണ്ടായാൽ മതിയായിരുന്നു. ശ്രീധരൻ നാളെ തന്നെ ക്ഷേത്രത്തിൽ പോയി തുലാഭാരം കഴിച്ചേക്കൂ. ആ കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഒരു കുഴപ്പവുമില്ല. ഇത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. എന്തോ ദഹനക്കേടാ. സാവിത്രിക്കുട്ടിക്ക് ഒരു വിശേഷവും ഇല്ല. ഞാനൊരു മരുന്ന് എഴുതി തരാം. അപ്പൊ സാവിത്രിക്കുട്ടിക്ക് മുത്തശ്ശി, ഇനിയും വൈകിട്ടൊന്നുമില്ല. ശാരദയും സാവിത്രിക്കുട്ടിയും പ്രസവിക്കും.
അവർക്കൊരു കുഴപ്പവുമില്ല. ഇങ്ങനെ വിഷമിച്ചാലോ ലക്ഷ്മി? ശരിയാവും. ഞാൻ പോട്ടെ, അവിടെ ആളുകൾ കാത്തിരിക്കുക. പുളിമാങ്ങയ്ക്ക് വേണ്ടി എവിടെയൊക്കെ ഓടിയെന്നറിയോ? പിന്നെ വാളംപുളി പൊട്ടിക്കാൻ ആലമ്പള്ളിയിലെ ഗോവിന്ദൻകുട്ടിയുടെ വീട്ടിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നീ എല്ലായിടത്തും കൊളുത്തിയല്ലേ? കൊളത്തി വന്നോ? എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. മനക്കേന്ന് ആലമ്പള്ളി എന്നൊക്കെ ആളുകൾ ഇപ്പൊ ഇങ്ങോട്ട് എത്തും. നിന്റെ ഒരു പുളിമാങ്ങ. ഗർഭസമയത്ത് കഴിക്കുന്നത് മാങ്ങയല്ലേ, പിന്നെ ഇനി തേങ്ങയായിരിക്കോ? ഓം ഹരി ശ്രീ ഗണപതായേ നമ. അഭിഘ്നമസ്തു ശ്രീകണ്ഠേശ്വര ഗുരുവേ നമോ നമ. ഈശ്വര, മകരം രാശിയാ. മകരമല്ലോ ലഗ്നം, പെരിയ ശുഭം. മകരവിലോചനെ മകനുണ്ടായി വരും. മകരം രാശി വന്ന മറിച്ചു നോക്കണ്ടെന്ന പ്രമാണം. 5-ാം ഭാവം ശുദ്ധം. പോരെങ്കിൽ 11-ലെ വ്യാഴദൃഷ്ടി 5-ാം ഭാവത്തിലേക്കുണ്ട്. വിഘ്നങ്ങളൊക്കെ തീർന്നു. ഭഗവാനേ, മേടം പിറക്കട്ടെ, അമ്പാടിയിൽ ഒരു കുഞ്ഞ് ജനിക്കും. നോക്കിക്കോളൂ, ഈ വിഷുക്കല് വൃദ്ധാവിലാവില്ല. ധൈര്യമായിട്ട് ഇരുന്നോളൂ. പിന്നെ സന്താന സൗഭാഗ്യത്തിന് വേണ്ടി തെക്കേക്കുളങ്ങര അമ്പലത്തില് ഒരു തുലാഭാരം നടത്തുന്നത് ഉത്തമമായിരിക്കും. ബാലന് ചേരുവോന്നൊരു സംശയം. നോക്കൂ ലക്ഷ്മി. തെറ്റു പറയാനൊന്നുമില്ല. ഞാൻ നോക്കട്ടെ ലക്ഷ്മി എടുത്തി. ഓ, ഗൗരവക്കാരിയാണെന്നാ തോന്നണേ. സാവിത്രി നോക്കിക്കേ. ഇങ്ങതാ ഞാൻ നോക്കട്ടെ. ഓ, പേടമാൻ മിഴികളും ചെഞ്ചുണ്ടും ചന്ദനക്കവിളും ചേലൊത്ത നാസികയും തിങ്കളേ വെല്ലും മുഖകാന്തിയും സുന്ദരി. അങ്ങനെയുള്ള ഒരു പെണ്ണിനെയാ നിനക്ക് വേണ്ടത്. മാധവേട്ടാ, എവിടുന്ന് കിട്ടി ഇതിനെയൊക്കെ? ഞാൻ ഈ പരിപാടി ഉപേക്ഷിച്ചു. അവൻ ഏതെങ്കിലും പെൺകുട്ടിയുടെ കൂടെ പോകുന്നവരെ നിങ്ങൾ പെണ്ണും നോക്കൊണ്ടിരിക്കുള്ളൂ. ബാല, നീ നോക്ക്. എനിക്കിപ്പൊ കല്യാണം വേണ്ടെന്ന് മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞത്? വീടിന്റെ അരക്കേടില്ലല്ലേ? അമ്മയ്ക്ക് പൂർണ്ണ തൃപ്തി ഉണ്ടെങ്കിൽ മാത്രം മതി. നോക്കട്ടെ. ഓ ഓ, ഈ കുട്ടിക്ക് എന്താ കുഴപ്പം? നല്ല ചന്തം. ഇത് മതി. ദേ നോക്കിയേ. ഇത് വേണ്ട. നോക്കിയാ മുട്ടി, ഈ കുട്ടി ബാലിന് നല്ല ചേർച്ചയല്ലേ? കുഴപ്പമില്ലല്ലോ. അമ്മൂട്ടിയുടെ അത്ര പൊക്കയില്ല. നല്ല നിറമുണ്ട്, നല്ല അഴകുണ്ട്, നല്ല ഐശ്വര്യമുണ്ട്. ഇല്ല അമ്മൂട്ടി? എന്തേ ബാല, നീ ഒരു അഭിപ്രായം പറയാണ്ട് നിക്കണേ? എനിക്കൊരു അഭിപ്രായമില്ല, കാണുകയും വേണ്ട. അച്ഛമ്മ എന്താ വേണ്ടെന്ന് വെച്ചാൽ അങ്ങ് തീരുമാനിച്ചാൽ മതി. അപ്പൊ അവന് ധൃതിയുണ്ടെന്ന് അർത്ഥം. ധൃതി അവനല്ല, അവനെക്കാൾ തിടുക്കമുള്ളവർ ഇവിടെ ഉണ്ട്. അതാരാ? ഈ വീട്ടില് മൂകമായ ഒരു പ്രേമം അരങ്ങേറുന്നുണ്ട്. ഇനി അത് നീട്ടിക്കൊണ്ട് പോയിക്കൂടാ. ഞാൻ അറിയാതെ അങ്ങനെ ഒരു സംഭവം ഈ തറവാട്ടിൽ നടക്കുന്നുണ്ടോ? ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല, കൊറേ ദിവസമായി ഞാൻ ശ്രദ്ധിക്കണു. കുമാര, എന്തോ? എന്തിനാ ഈ ഒളിച്ചുകളി? ഒളിച്ചളിയാ? അയ്യോ, എനിക്കൊന്നും അറിയില്ല. അവിടെ നില്ല. സത്യം പറയടാ. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല ബാല. അച്ഛമ്മ ഇവന് എന്തോ ചെയ്യണം? രണ്ടാളും ഇങ്ങോട്ട് നീങ്ങി നിൽക്കൂ. ഇവിടെ കള്ളി മിണ്ടാപ്പൂച്ച കലോ. ഇവിടെ വരൂ. നിനക്ക് ഇവിടെ ഇഷ്ടമാണോ കുമാര? ആണോ? എനിക്കിഷ്ടമല്ല എന്ന് ഞാൻ പറയാനില്ല. നിനക്കോ അമ്മൂട്ടി? ആട്ടെ, എന്താ നിങ്ങളുടെ ഭാവം? തുടർന്നുകൊണ്ട് പോവാനാണോ ഉദ്ദേശം? അത് നടക്കില്ല, മനസ്സിലായോ? ഇനി രഹസ്യം വേണ്ടാന്ന്. ലക്ഷ്മി, എന്താമേ? അടുത്ത ശുഭമുഹൂർത്തത്തിൽ ഇവൻ ഇവക്ക് പുടവ് കൊടുക്കട്ടെ. കേട്ടില്ല രണ്ടാളും? മാധവനുണ്ണി, മുഹൂർത്തം നോക്കിക്കോളൂ. ക്ഷേമമായിട്ട് നടക്കണം. അതൊന്നും വേണ്ട മുത്തശ്ശി,
അനുഗ്രഹം മാത്രം മതി. എഴുന്നേക്കൂ കുട്ടികളെ, നിങ്ങളും അമ്പാടിയിലെയാ. ഇവിടെ ഉള്ളവരെ പോലെ സന്തോഷമായിട്ട് കഴിയണം. ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. 5 വയസ്സിൽ അനാഥനായിട്ട് തറവാട്ടി കയറി വന്നാണ് ഞാൻ. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി മരിക്കണ ഒരാൾക്കൂറുണ്ടാവും. കണ്ണു തുടക്കടാ. മുത്തശ്ശി നിങ്ങളെ രണ്ടാളെ നല്ലോണം ഒന്ന് കാണട്ടെ. ചേർന്ന് നിൽക്ക്. നന്നായി വരട്ടെ. അമ്മൂട്ടി, അമ്മൂട്ടിയെ കാണാൻ ഇപ്പൊ എന്ത് ചന്ത. എന്തിനാ അമ്മൂട്ടിക്ക് അറിയണത്? ചെയ്തത് തെറ്റായി പോയെന്ന് തോന്നുന്നു. അവര് ദുഃഖം പുറത്ത് കാണിക്കണില്ല എന്നേ ഉള്ളൂ. അകത്ത് വേവണത് എനിക്ക് മനസ്സിലാവണുണ്ട്. ഇതിനിടയിലും ഇങ്ങനെ തോന്നാൻ ഇതൊക്കെ ലക്ഷ്മി എടുത്തിടിയാ. ഒരു മടിയില്ലാതെ പെറ്റമ്മയെ പോലെ എടുത്തു തന്നില്ലേ? അച്ഛനും അമ്മയില്ലാത്ത ദുഃഖം ഇപ്പൊ എനിക്ക് ഒട്ടുമില്ല. കുമാരേട്ടാ, എത്ര ജന്മം എടുത്താലും എനിക്ക് ഈ കടപ്പാട് തീരില്ല. ശരി അമ്മൂട്ടി, അമ്മൂട്ടി വിഷമിക്കണ്ട. നമുക്കെല്ലാവരും ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. മുത്തശ്ശി, അമ്മ, ഏട്ടന്മാര്, ഏട്ടത്തിമാര്, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ നമ്മൾ ഈ പാവങ്ങൾ എന്ത് ചെയ്യാനാ? അതൊക്കെ പോട്ടെ, ഈ പൊട്ടനെ അമ്മൂട്ടിക്ക് എങ്ങനെ ഇഷ്ടായി? അങ്ങനെ പറയരുത്. നല്ലൊരു മനസ്സുണ്ട്, എനിക്കത് മതി. പ്രിൻസുകുഞ്ഞ് വന്നോ? എത്ര നേരമായിട്ട് കാലുമോട് കാത്തിരിക്കുന്നു. ശാലിനി, ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കണ്ടുമുട്ടില്ലെന്ന് വിചാരിച്ചു അല്ലേ? ആ മഞ്ഞത്ത് കിടന്ന് ഞാൻ മരിച്ചെന്ന് കരുതിയോ? ഇനിയുള്ള രംഗങ്ങൾ ഭീകരാക്കാൻ വേണ്ടിയാ 5 മുതൽ ശാലിനി ആയത്. നേരെ എത്രയായെന്ന് അറിയോ? നിർത്തുപാല. നീ അവിടെ ഇരിക്കൂ. രക്ഷിച്ചിട്ട് പൊട്ടിക്കല്ലേ. ഈ ചെക്കൻ എന്താ അവന്റെ പേര്? മോഹൻലാൽ. മോഹൻലാൽ. അവൻ ആ പെണ്ണിനെ കെട്ടുവെന്ന് അറിയാണ്ട് എനിക്ക് ഉറക്കം വരില്ല. നീ പോയി കിടന്നോളൂ. ഞാൻ പോയി കിടന്നോളാം. അമ്മ ഈ മരുന്ന് കഴിക്ക്. ഞങ്ങൾക്ക് ഒരുപാട് സംസാരിക്കാൻ കുഞ്ഞാളെ കണ്ടതല്ലേ. കുടിച്ചു മോനെ. മോനു. മോളെ, മോൻ പാലേ കുടിക്കുന്നില്ല, ഒരേ നിർബന്ധം. മോനു, മോന് അമ്മ എന്താ കൊണ്ടുവന്നിരിക്കുന്നത് നോക്കിക്കേ. കാമധേനു. എനിക്ക് എന്റെ കുട്ടിയുടെ ആരോഗ്യമാണ് പ്രധാനം. ഗുണത്തിൽ മുന്നിലും ഏത് സമയത്തും സുലഭവുമായ കാമധേനുവിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പാൽപുഞ്ചിരിയുടെ രഹസ്യം കാമധേനു. ആധുനിക സാങ്കേതിക മികവോടെ പാക്ക് ചെയ്യപ്പെടുന്ന ശുദ്ധമായ പശുവിൻ പാൽ. എല്ലാ പോഷകങ്ങളും അടങ്ങിയതാണ്. കാമധേനു. ആ കുന്തോ നമർത്തു. ആ കുട്ടി ഒന്നും കൂടി കാണട്ടെ. ലക്ഷ്മി, ഏതായി കുട്ടി? എവിടെയോ കണ്ട പോലെ. ആ, ഇത് കൃഷ്ണേട്ടന്റെ മോള് ലേഖയാ. കുട്ടിയായിരുന്നപ്പോ കണ്ടതാ. ഇവൾക്ക് എപ്പോഴാ കല്യാണം കഴിഞ്ഞേ? അവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലമ്മേ. അപ്പോ ആ കൊച്ചുകുട്ടിയോ? അത് പരസ്യത്തിന് വേണ്ടിയുള്ളതല്ലേ അച്ഛമ്മേ. മോഡൽ. മോഡൽ അല്ലടാ, മോഡൽ. മലയാളം വാക്ക് തിരുത്തിയാൽ മതി. ഇത് ഇംഗ്ലീഷ് വാക്കാ. മോഡൽ എന്ന് തന്നെ. നീ അതൊന്ന് ഓടിക്കടാ. കുട്ടിയുടെ ആരോഗ്യമാണ് പ്രധാനം. ആധുനിക സാങ്കേതിക അവള് മികവോടെ ആ പാക്ക് കുട്ടിയെ ചെയ്യപ്പെടുന്ന പൊന്നു പോലല്ലേ നോക്കണത്? ശുദ്ധമായ പശുവിൻ പാൽ. ബാലൻ ഇവള് മതി. പോഷകങ്ങളും അടങ്ങിയതാണ്. നല്ല ശേലുള്ള പെണ്ണ. വീട്ടമ്മമാർക്കും ലക്ഷ്മിയെ പോലെ തന്നെ കാമധേനു. നല്ല സ്ത്രീയുള്ള മുഖം. അതൊന്നും വേണ്ടമ്മേ. ടൗണിലൊക്കെ വളർന്നതല്ലേ. പരിഷ്കാരിയാണെങ്കിലോ? ബാലിന് നല്ല ചേർച്ചയായിരിക്കും. പോരാത്തനും മുറപ്പെണ്ണ്. എനിക്ക് വേണ്ട. നീ അല്ലത് നിശ്ചയിക്കണത്. എനിക്കിനി സിനിമ കാണണ്ട. ശ്രീധര, നാളെ തന്നെ കൃഷ്ണന്റെ അടുത്ത് പോയി ഈ കുട്ടിയുടെ ജാതകം ഒന്ന് വാങ്ങിച്ചോണ്ട് വരൂ. ഇവളാ ഈ വീട്ടിലെ മരുമകൾ.
ഞാൻ എന്തു പറയാനാ? ലേഖ ബാലന്റെ മുറപ്പെണ്ണ്. ചോദിച്ചു വന്നിരിക്കുന്നത് അമ്പാടിക്കാര്, പറഞ്ഞയക്കുന്നതോ ലക്ഷ്മിയുടെ അടുത്തേക്ക്. അതിനെന്തിനാ എന്റെ സമ്മതം? നീ വിളിച്ചിറക്കിക്കൊണ്ട് പോണം. ജോത്സ്യനെ വിളിച്ച് ജാതകം വരെ ഗണിച്ചു. നല്ല പൊരുത്തം. ഇപ്പോഴും ഈ പരിപാടി ഒന്നും അവസാനിപ്പിച്ചിട്ടില്ല അല്ലേ? ഏട്ടൻ ഇതൊക്കെ തമാശയാ. കൃഷ്ണേട്ടൻ അറിയാലോ, അമ്മ നിശ്ചയിച്ച മാറുന്ന പ്രശ്നമില്ല. ഈ മാസത്തിൽ തന്നെ നടത്തണമെന്ന് ഒറ്റ വാശിയില. അതിനെന്താ, നടത്താലോ. എന്താ തടസ്സം? എന്തിനാ ഏട്ടാ അവളെ മോഡലിങ്ങിനൊക്കെ അയക്കണത്? അതെ, അവൾക്ക് അതിലാണ് ഇൻട്രസ്റ്റ്. കല്യാണം കഴിഞ്ഞിട്ട് അവൾ മോഡലിങ്ങിന് പോണോ വേണ്ടേന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഞാൻ ഇപ്പൊ തന്നെ ബാംഗ്ലൂർക്ക് വിളിക്കാം. അവള് വരട്ടെ. ആ Megha, a call for you. Hello? Oh, ഡാഡിയാ? എന്താ ഡാഡി അത്യാവശ്യം? മസ്റ്റാണോ? ശരി, ഞാൻ നാളെ തന്നെ എത്തിയേക്കാം. ഓക്കെ, ബൈ. ഡാഡി അർജന്റായി വരണം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പേടിച്ചു പോയി. മന്ത്ലി ചെക്കപ്പ് ഒന്നും ഡാഡി തെറ്റിക്കുന്നില്ല. ഹാർട്ട്, കൊളസ്ട്രോള്, ഷുഗർ, BP എല്ലാം കൃത്യമായിട്ട് തന്നെ നോക്കുന്നുണ്ട്. അപ്പോഴല്ലേ മനസ്സിലായത് വാട്ട്? BP അല്പം കൂടുതലാണെന്ന്. അതിന് ഡാഡി മരുന്നൊന്നും കഴിക്കാറില്ലേ? മരുന്നുകൊണ്ടൊന്നും മാറില്ല മോളെ. അത് മാറണമെങ്കിൽ എന്റെ മോള് വിചാരിക്കണം. യെസ്, ഇറ്റ്സ് അബൌട്ട് യുവർ ലൈഫ്. ഇൻഫാക്ട് ഞാൻ അതേക്കുറിച്ച് സീരിയസ് ആയിട്ടൊന്നും ആലോചിച്ചിരുന്നില്ല. ഇതിനൊക്കെയാണ് അമ്മ വേണമെന്ന് പറയുന്നത്. കളിയും തമാശയായിട്ട് ദിവസങ്ങൾ പോകുന്ന അറിയില്ല. ലക്ഷ്മി വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ഓർത്തത്. ഓ, ആന്റി വന്നിരുന്നോ? വന്നു, ഒരു ഗുഡ് ന്യൂസുമായിട്ട്. അത് കേട്ടത് മുതൽ ഞാൻ വളരെ ഹാപ്പിയാണ്. എന്താ ഡാഡി? യുവർ മാരേജ് അത് ഈ മാസം തന്നെ നടത്തണം. നോ ഡാഡി, അതെനിക്ക് ഇഷ്ടമല്ല. വൈ? അതിനെ കുറിച്ച് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. Now I am actively involved in a profession. Please daddy, leave me. ആരാണ് ചെറുക്കൻ? എവിടെ നിന്നുള്ള പ്രപ്പോസലാണിത് എന്നൊന്നും അറിയാതൊരു തീരുമാനം എടുത്താലോ? ആരായാലും എനിക്കിപ്പോ കല്യാണം വേണ്ട. മോളെ, നിന്റെ വാശിക്ക് ഡാഡി എന്ന് സമ്മതിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഇക്കാര്യത്തിൽ നീ എന്നെ അനുസരിക്കണം. ഭാഗ്യം നമ്മളെ തേടിയെത്തിയിരിക്കുക. അത് തട്ടിത്തെറിപ്പിക്കുന്ന ബുദ്ധിയല്ല. ലുക്ക്, യു ആർ ലക്കി. അന്യരൊന്നുമില്ല, നിന്റെ ബാലേട്ടന്. അമ്പാടിയെ കുറിച്ച് നിനക്കറിയാലോ. ഇറ്റ്സ് എ ഹെവൻ. അതൊക്കെ എനിക്കറിയാം. അവരെയൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷെ കല്യാണം കഴിക്കണമെന്ന് എനിക്കിവിടെ തോന്നുന്നുണ്ട് ഡാഡി. വെറുതെ ചൈൽഡിഷ് ആയിട്ട് സംസാരിക്കരുത്. But daddy, my modeling. ത്രോ ഇറ്റ് ഐ സേ. ഞാൻ അങ്ങോട്ട് അന്വേഷിച്ച് പോയതൊന്നുമല്ല. അവര് താല്പര്യപ്പെട്ടു വന്നതാ. നിനക്കറിയാമോ, എനിക്ക് ആ കുടുംബത്തോട് ഏറെ കടപ്പാടുണ്ട്. പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാലത്ത് എന്നെ ആ വീട്ടിലെ കാരണവർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഒരു തരി സ്വർണോ പണോ ചോദിക്കാതെയാ ലക്ഷ്മി അവർ കൈനീട്ടി സ്വീകരിച്ചത്. യെസ്, ദേ ആർ ഗ്രേറ്റ്. അങ്ങനെയുള്ളവർ എന്നോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്തു പറയണം? എന്റെ മോൾക്ക് കല്യാണത്തിന് ഇഷ്ടമല്ലെന്നോ? നോ, നെവർ. അവരെ ആക്ഷേപിക്കാൻ എനിക്കാവില്ല. യു ഹാവ് ടു മാരി ഹിം. ഇറ്റ്സ് ഫൈനൽ. ആ, അവിടുത്തെ മുത്തശ്ശിക്ക് നിന്നെ കാണാൻ തിടുക്കമായി. നീ നാളെ അവിടെ പോകുന്നു.
എന്നാ അമ്മൂട്ടി? കുട്ടി ഏതാ? എന്താ നാവില്ലേ? ആരാന്ന്? മുത്തശ്ശി, ഇത് ഞാനാ, ലേഖ. മോളാകെ മാറിപ്പോയിരിക്കണു. ടിവിയിൽ കണ്ടതുപോലെ തന്നെ അല്ലടി. സുന്ദരി കുട്ടി, കണ്ണു തട്ടു. ലേഖയ്ക്ക് എന്നെ മനസ്സിലായോ? ശാരദാന്റെ അല്ലേ? ആ, ഞാനോ? അറിയാം, സാവിത്രി ആന്റി. എനിക്ക് എല്ലാരെയും അറിയാം. ലക്ഷ്മി എവിടെ സാവിത്രി? മോള് ഒന്നു പറയൂ. ആ, ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് വരാം. ആ, ഞാനും വരാം. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. നല്ല ചോണക്കുട്ടി. ഇനി ഇത് അങ്ങോട്ട് വേഗം നടത്തണം. കഴിക്കാൻ ഇത്രയും മടിയൻ. ആന്റി, കൃഷ്ണേട്ടൻ വന്നില്ലേ? ഇല്ല, ഞാൻ ഒറ്റയ്ക്കാ. ഇവിടെ എല്ലാവരും കുട്ടിയെ കാത്തിരിക്കുക. പേര് വരെ നിശ്ചയിച്ചു കഴിഞ്ഞു. ബാലേട്ടൻ എവിടെ ആന്റി? അവിടെ ഉണ്ടല്ലോ. കാണാൻ തിടുക്കമായിരിക്കല്ലേ? വാ. ബാലേട്ടൻ അല്പം ഗൗരവം കൂടിയ പോലെ. അധ്യാപകനല്ലേ, അല്പസ്വല്പം ഗൗരവമൊക്കെ കാണിച്ചില്ലെങ്കിൽ പിള്ളേർ തലേ കയറിയിരിക്കും. ആഹാ, അപ്പൊ ക്ലാസ്സില് വളരെ സീരിയസാ. അന്വേഷിച്ച് നോക്ക്. ബാലൻ മാസ്റ്റർ ക്ലാസ് എന്ന് പറഞ്ഞാ കുട്ടികളുടെ മുട്ട് വിറയ്ക്കും. കല്ല് വെച്ച് നുണ. എനിക്കറിയില്ലേ ബാലേട്ടനെ, ആള് പാവാണെന്ന്. നീ കണ്ട ബാലേട്ടനല്ല ഇന്ന്. ആ, അനുഭവിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. ആ, പിന്നെ എന്താ സംശയമുണ്ടോ? ഒരു കോൺട്രവേഴ്സിക്ക് ഞാനില്ല. അതൊക്കെ പോട്ടെ ബാലേട്ടാ. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് എന്താ നാട്ടിൽ തന്നെ കൂടിയത്? നല്ലൊരു ജോലി എവിടെയെങ്കിലും നോക്കായിരുന്നില്ലേ? നല്ല ചോദ്യം. ഇവിടുന്ന് പോകാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? പിന്നെ എനിക്കും ഹോം സിക്നെസ് ഉണ്ട്. ഇവിടം വിട്ട് പോകാൻ മനസ്സ് വരുന്നില്ല. താമസിയാതെ ലേഖയ്ക്കും ഇതേ അഭിപ്രായമായിരിക്കും. ആ, ബാലേട്ടന് ഓർമ്മയുണ്ടോ ഒരു ഓണത്തിന് ഞാൻ ഇവിടെ വന്നത്? കൊള്ളാം. കുളത്തിൽ മുങ്ങാങ്കുഴി ഇട്ടതും ഊഞ്ഞാലിന് വേണ്ടി എന്നോട് വഴക്കിട്ടതും ഒക്കെ മറക്കാനൊക്കുവോ? ആ, ബാലേട്ട ഇപ്പോഴും ഉണ്ടോ ആ കുന്നിക്കുരുന്റെ മരം? ഊഞ്ഞാലും ഉണ്ട് അതേപടി. പക്ഷേ കുന്നിക്കുരു പറക്കാനും ഊഞ്ഞാലിന് വേണ്ടി വഴക്കിടാനും കുട്ടികളില്ലാന്നേ ഉള്ളൂ. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിയടിക്കാം. ഇപ്പൊ തന്നെ ചെറിയമ്മമാർ എന്നെ വാരാൻ തുടങ്ങി. ഇനി പറമ്പിൽ കൂടെ നമ്മൾ സൊറ പറഞ്ഞു നടക്കുന്നൂടെ കണ്ടാ പിന്നെ കളിയാക്കട്ടെ. വേറെ ആരുമില്ലല്ലോ, ഞാനല്ലേ. വാ ബാലേട്ടാ, വാ. വരാം വരാം വരാം. ചെരുപ്പന്നിട്ടോട്ടെ. കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റ് ആണല്ലോ ബാലേട്ടാ. അതാണ് അമ്പാടിയിലെ പ്രത്യേകത. ഏതായാലും ഇപ്പൊ എനിക്ക് എന്തൊരു റിലീഫാ. അറിയാത്ത ഏതെങ്കിലും ഒരു പെണ്ണ് വന്ന് ഈ വീട്ടിലെ സ്വസ്ഥത നശിപ്പിക്കുമോ എന്നായിരുന്നു എന്റെ പേടി. ഇപ്പോഴും മനസ്സിലാകാത്തത് ലേഖയുള്ളപ്പോ ഞാൻ എന്തിനാ വേറെ പെണ്ണ് അന്വേഷിച്ച് നടന്നതെന്നാ. സ്കൂള് വിട്ട ശേഷം ലേഖയുടെ ഒരു വിവരം ഉണ്ടായില്ല. അതൊരകൽച്ചയായി പോയി. തീയതിയൊക്കെ നിശ്ചയിച്ചു അല്ലേ? ദേഹണ്ണക്കാരെ വരെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ചെറിയച്ചന്മാർ ഇപ്പോഴേ നെട്ടോട്ടത്തില്. നിലത്ത് നിർത്തുന്നില്ല മുത്തശ്ശി. ചെറിയമ്മമാരാണെങ്കിൽ തുണി ആര് സെലക്ട് ചെയ്യുമെന്നുള്ള മത്സരത്തില്. ഇത്രയൊക്കെ ഒരുക്കങ്ങൾ ഉണ്ടായിട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ എല്ലാവരും മറന്നു. അതെന്താ? പെണ്ണിന്റെ സമ്മതം. ലേഖയ്ക്ക് എന്നെ ഇഷ്ടമായില്ലേ? എന്താ ബാലേട്ടാ, ഇഷ്ടപ്പെടാതിരിക്കാൻ മാത്രം ബാലേട്ടന് എന്താ ഒരു കുറവ്? അതൊന്നുമല്ല. പിന്നെ അത് ചോദിക്കരുത്. ബാലേട്ടൻ വിഷമിക്കണ്ട. ഒരുക്കങ്ങളൊക്കെ നടന്നോട്ടെ. ഫിക്സ് ചെയ്ത മുഹൂർത്തത്തിൽ തന്നെ കല്യാണവും നടക്കും. പെണ്ണിന് മാത്രമേ മാറ്റണ്ടാവൂ. ബാലേട്ടൻ എന്താ പെണ്ണ് കിട്ടില്ലേ? വേണമെങ്കിൽ ഞാൻ അന്വേഷിക്കാം. ശരി, ലേഖ സമാധാനമായിട്ട് പോയിക്കോളൂ. ഞാൻ നിർബന്ധിക്കില്ല. പോരെ? അമ്മേ, മാമ്പറ്റയിലെ വാസ്തവൻ നമ്പൂരിക്ക് അഡ്വാൻസ് കൊടുത്തു. ഇനി സദ്യക്കുള്ള ലിസ്റ്റ് ഏൽപ്പിക്കണം. പായസം 4 കൂട്ടം വേണം. വാസുദേവന്റെ ദേഹം എങ്ങനെയാ മാധവ? അയ്യോ, വാസുദേവനാണോ ദേഹത്തിന്? വേണ്ട, ആലിപ്പറമ്പി പരമേശ്വരോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കലിയുഗ നളനാ പരമേശ്വരൻ. വിഡ്ഢിത്തം പറയല്ലേ ശ്രീധര. വാസുദേവന്റെ 7 അയലക്കത്ത് വരുമോ ഈ പരമേശ്വരൻ? അയാളുടെ കാളം നീ കൂട്ടിണ്ടോ? പരമേശ്വരന്റെ പാലന ഏട്ട കുടിച്ചിട്ടുണ്ടോ? അമ്മേ, സദ്യ കേമാവണമെങ്കിൽ പരമേശ്വരൻ തന്നെ വേണം. പപ്പണം കാച്ചാലറിയാം. അവനെയൊക്കെ ദഹനത്തിന് വിളിച്ചാലോ
അയാളെ വേണേ കല്യാണത്തിന് ക്ഷണിക്കാം. ഓ ഒന്ന് മിണ്ടാണ്ടിരിക്കുക രണ്ടുപേരും. ഈ പറഞ്ഞ രണ്ടാളും വേണ്ട. പാലക്കാട്ടുനിന്ന് നാരായണസ്വാമിയെ വിളിക്കാം. കെങ്കേമനാ. അച്ചമ്മേ, ഏൽപ്പിക്കാൻ വരട്ടെ. എന്താ നാരായണസ്വാമി പോരാന്നുണ്ടോ നിനക്ക്? അതൊന്നുമല്ല, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ ഈ ഒരു കൂട്ടലൊക്കെ. ബാല, നിനക്കെന്താ ഒരു മാറ്റം? എനിക്കെന്തോ ഒരു പൊരുത്തക്കേട് തോന്നുന്നു. ഒരു പൊരുത്തക്കേടുമില്ല. സമസപ്തമായ ജാതക പൊരുത്താന്നല്ലേ പണിക്കര് പറഞ്ഞത്. പണിക്കര് പറഞ്ഞ പലതും വിപരീതമായിട്ടില്ലേ? വേണ്ടമ്മേ, ഈ കല്യാണം വേണ്ട. ബാല, നാളെ ക്ഷണക്കത്ത് അച്ചടിക്കാൻ കൊടുക്കുക. ക്ഷണക്കത്തിന്റെ കാര്യമില്ല, നാട് മുഴുവനും ഞാൻ അറിയിച്ചു കഴിഞ്ഞു. എന്തായാലും ശരി, എനിക്ക് സമ്മതമല്ല. അങ്ങനെ പറഞ്ഞു ഒഴിയാൻ പറ്റില്ല. നീ കൂടെ സമ്മതിച്ചിട്ടല്ലേ? എന്നിട്ടെന്താ ഇപ്പൊ ഒരു ഇഷ്ടക്കുറവ്? എന്നോടൊന്നും ചോദിക്കരുത്. നമുക്ക് സാവകാശത്തിൽ വേറൊരു പെണ്ണ് ആലോചിക്കാം. ലേഖയ്ക്ക് എന്താ കുഴപ്പം? എന്താ ബാല ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? നിന്റെ മനസ്സിൽ വേറെ വല്ലവരും ഉണ്ടോ? അങ്ങനെ വല്ലവരുണ്ടെങ്കിലേ അത് ഇവിടെ നടക്കില്ല. അമ്മേ, പിന്നെന്താണ്? അവൾ എന്റെ ഏട്ടന്റെ മോളായതുകൊണ്ട് തറവാട്ടുകാരല്ലെന്ന് തോന്നലുണ്ടോ നിനക്ക്? അവള് മോഡലിങ്ങിന് പോണുണ്ടാ? അതൊന്നും ഇക്കാലത്ത് അത്ര വലിയ തെറ്റൊന്നുമല്ല. നല്ല കുട്ടിയാ ലേഖ. എനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? ലേഖയ്ക്ക് നിന്നെ ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടോ? ഏയ്, വലിയ ഇഷ്ടമായി. ഇഷ്ടപ്പെടാത്തത് എനിക്കാ. ബാല, നീ ഇത്രത്തോളം ആയില്ലേ? അച്ഛമ്മേ, ഞാൻ വേണ്ട. അച്ചമ്മ ഉറപ്പിച്ചത് നിനക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ആയിക്കോളൂ. ഞാൻ ഇനി ജലപാനം കഴിക്കില്ല, തീർച്ച. അമ്മയെങ്കിലും ഞാൻ പറയുന്നു. ഒന്നും പറയണ്ട. അച്ഛമ്മേ, എഴുന്നേൽക്കച്ചമ്മേ. ഊണ് കഴിക്കാൻ വരൂ അച്ഛമ്മേ. അച്ഛമ്മ കഴിച്ചില്ലെങ്കിൽ ഇവിടെ ആരും ഒന്നും കഴിക്കില്ല. അച്ഛമ്മയുടെ ബാലനല്ലേ വിളിക്കുന്നത്, വരില്ലേ? ഇന്ന് വരെ അച്ഛമ്മയെ ഞാൻ ധിക്കരിച്ചിട്ടില്ല. അച്ഛമ്മ എന്നോട് മിണ്ടില്ലേ? എല്ലാവരും വളരെ സെൻസിറ്റീവ് ആണല്ലോ. ഞാൻ കാരണം ബാലേട്ടന് ബുദ്ധിമുട്ടായില്ലേ? ഐ എം റിയലി സോറി. അച്ഛമ്മയുടെ മുഖത്ത് നോക്കി കള്ളം പറയാൻ എനിക്കാവില്ല. ലേഹയ്ക്ക് എന്തെങ്കിലും ലവ് അഫെയർ ഉണ്ടോ? തുറന്നു പറഞ്ഞോളൂ, ഞാൻ വഴിയുണ്ടാക്കാം. ഏയ് നോ, നെവർ. പിന്നെ എന്താ ലേഖയുടെ പ്രശ്നം? ഐ ലൈക്ക് ദിസ് പ്രൊഫഷൻ. എനിക്ക് അറിയപ്പെടുന്ന ഒരു മോഡൽ ആവണം, അതാ ആഗ്രഹം. അത്രേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞാലും ഞാൻ എതിര് നിൽക്കില്ല, പോരെ? എന്നാലും അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഇല്ലേ? ഇതൊന്നും ഒരു കാരണമല്ല. വീട്ടിൽ പറഞ്ഞ ആരും വിശ്വസിക്കില്ല. മറ്റൊരു പെൺകുട്ടിയെ കിട്ടാഞ്ഞിട്ടല്ല, അച്ഛമ്മയുടെ ആഗ്രഹം. അതുകൊണ്ട് മാത്രമാ ഞാൻ ഇത്രയും നിർബന്ധിച്ചത്. ഇനിയെല്ലാം ലേഖയുടെ ഇഷ്ടം. ബാലേട്ടാ, അമ്പാടിയിൽ ഇപ്പൊ വേണ്ടത് ഒരു കുട്ടിയാ. അതിന് തയ്യാറാകാത്ത എന്നെ അറിഞ്ഞോണ്ട് ഞാനൊരു ദ്രോഹം ചെയ്യണോ? ഒന്ന് പോടിയവിടുന്നു. അവളുടെ ഒരു ഫിലോസഫി. നിന്നെ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് വീട്ടിൽ കള്ളം പറയേണ്ടി വന്നു. നിന്നെ തന്നെ കെട്ടിയെടുത്തോളാമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. മുറപ്പെണ്ണാണല്ലോ എന്ന് കരുതി സ്വല്പം സ്വാതന്ത്ര്യം തന്നു. ഇഷ്ടമില്ലെങ്കിൽ അത് തുറന്നു പറഞ്ഞാൽ മതി. ഇത്രയും ദൂരം നിന്നെ കാണാമെന്ന് എന്നെ വേണം പറയാൻ. ബാലേട്ടാ, ചൂടാവല്ലേ ബാലേട്ടാ. ഐ ലൈക്ക് യു റിയലി. എനിക്ക് സമ്മതമാ, ബട്ട് ഒരു കണ്ടീഷൻ. ഞാനത് എങ്ങനെയാ ബാലേട്ടനോട് പറയാ? എന്താണെങ്കിലും ലേഖ തുറന്നു പറ. പറയട്ടെ? അപ്സെറ്റ് ആവരുത്. ഇല്ല. പ്രോമിസ്? പ്രോമിസ്. മാരേജ് കഴിഞ്ഞാലും നമ്മൾ ഇതുപോലെ സുഹൃത്തുക്കളായിരിക്കും, ഗുഡ് ഫ്രണ്ട്സ്. അല്ലാതെ ഭാര്യ കുഞ്ഞ് അതൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ മാത്രം ഉറപ്പിച്ചോ. സ്ത്രീയല്ലേ, അതിലോലമാണ് അവിടെ മനസ്സ്. നീ ധൈര്യമായിട്ട് സമ്മതിക്കേ. അവൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അത് ശരിയല്ല. ചെറിയച്ഛൻ എങ്ങനെയെങ്കിലും ഇത് വീട്ടിലൊന്ന് അവതരിപ്പിക്കണം. ഞാൻ കുറ്റക്കാരനല്ലാന്ന് അച്ചമ്മയ്ക്ക് ബോധ്യമാവണം, അത്രേ ഉള്ളൂ. ബാല, അമ്മയുടെ സ്വഭാവം നിനക്കറിയില്ലേ? നടക്കില്ല. ആ മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടക്കണം. അവസാനം വെളുക്കാൻ തേച്ചത് പാണ്ടാവരുത്. നല്ലൊരു തേപ്പുകാരനാണ് തേക്കുന്നെങ്കിൽ പാണ്ടാവില്ല. എടാ, അവളും ഒരു പെണ്ണാ. പെണ്ണെന്ന് പറഞ്ഞാൽ വെണ്ണയുടെ പര്യായമാണ്. ഉരുകും ചൂട് തട്ടിയാൽ. അപ്പൊ ചൂടാരാ? പുരുഷൻ. കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പോ മെയ് 25 തീയതിയുള്ള ശുഭമുഹൂർത്തത്തിൽ വിവാഹം, സദ്യ, വിരുന്ന്, ആദ്യ രാത്രി. ഇനി നിന്റെ മിടുക്ക്.
പാല്. ഓ, പാല് കുടിച്ചിട്ട് ഇപ്പൊ എന്തിനാ? അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ വരട്ടെ. ഭയങ്കര ചൂട്, പകുതി കുടിക്കണ്ടേ? ഓ, ഭയങ്കര ചൂടാണ്. ഒരു കാര്യം ചെയ്യാം, ഇത് ഇവിടെ ഇരിക്കട്ടെ, പിന്നീട് ആവശ്യം വരും. എന്നെ പറഞ്ഞു പറ്റിക്കായിരുന്നല്ലേ? എനിക്ക് അപ്പോഴേ ഡൗട്ട് ഉണ്ടായിരുന്നു. ലേഖ പറഞ്ഞതാ. പിന്നെ നേരത്തെ പറഞ്ഞതോ? ഒരു ചുംബനം പോലും പറ്റില്ല. കുട്ടൻ ഉറങ്ങിക്കോ, ഇനി എനിക്ക് മുഖം ഒന്ന് ഫേഷ്യൽ ചെയ്യണം. ഈ രാത്രി തന്നെ ഫേഷ്യൽ ചെയ്യണോ? ഗുഡ് നൈറ്റ്. അയ്യേ, ഇതെന്തായത് ലേഖേ? രാവിലെ എനിക്ക് എക്സസൈസ് ചെയ്യണം. ഡിസ്റ്റർബ് ചെയ്യല്ലേ ബാലേട്ടാ. ഇവിടെ പിടിച്ച് എക്സസൈസ് ചെയ്താൽ മതി. രാവിലെ എന്റെ കൺട്രോൾ തെറ്റിച്ച് അടങ്ങും. അമ്മൂട്ടിയുടെ സാവിത്രി ഇതുവരെ വന്നിട്ടില്ല. എഴുന്നേറ്റില്ലെന്നാ തോന്നണേ. ഏയ്, എഴുന്നേൽക്കാതിരിക്കില്ല. ലേഖ എണീറ്റില്ലേനിയും? വിളിച്ചില്ല. രാവിലെ എണീറ്റ് കുളി കഴിഞ്ഞിട്ട് വേണം അടുക്കളയിൽ കയറാവുന്നൊന്നും പറഞ്ഞേക്കും. ചിലപ്പോ അവൾക്ക് അതൊന്നും നിശ്ചയം ഉണ്ടാവില്ല. ഈ അമ്മൂട്ടി എവിടെ പോയി? എന്താ കുമാര, രാവിലെ അമ്മൂട്ടിയെ കണ്ടില്ലല്ലോ? അമ്മൂട്ടിക്ക് നല്ല സുഖമില്ല. എന്തു പറ്റി അവക്ക്? രാത്രി വയ്യാതായി. പിന്നെന്താ എന്നെ വിളിക്കാഞ്ഞ്? ആ സമയത്ത് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി ഓ, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. എന്നിട്ട് അവൾ എവിടെ? കിടക്കുവാ. എന്തു പറ്റി മോളെ നിനക്ക്? വിവരം കെട്ടവനെ, എത്ര രാത്രിയായാലും സുഖമില്ലെങ്കിൽ വിളിച്ചുകൂടെ? ഡോക്ടർ എന്താ പറഞ്ഞേ? നിങ്ങൾ എന്താ ഒന്നും പറയാത്തെ? സാവിത്രി അടുത്തേക്ക് ഉണ്ടായ പോലെ വല്ല ദഹനക്കേടായിരിക്കുന്ന ഞാൻ വിചാരിച്ചേ. പക്ഷെ ഡോക്ടർ പറഞ്ഞു ഒക്കെ നേരാണോ മോളെ? ഈ പൊട്ടന് രാവിലെയെങ്കിലും വന്ന് പറയാമായിരുന്നില്ലേ? സാവിത്രി അടുത്തേക്കും ശാരദ അടുത്തേക്കും കിട്ടാത്ത ഭാഗ്യം വേണ്ടിയിരുന്നില്ല. എന്താ കുമാര നീ പറയണേ? ഈ സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് നീയല്ലേ? ഈശ്വര, ഇവിടെ നിനക്ക് പിടിച്ചു തന്നല്ലോ. മോള് വാ, മുത്തശ്ശിയെ അറിയിക്കണ്ടേ? വാ. ആ ഡാ, മേടിച്ചു നിൽക്കാതെ ഡോക്ടർ വല്ല മരുന്ന് എഴുതി തന്നിട്ടുണ്ടെങ്കിൽ വേഗം പോയി മേടിച്ചോണ്ട് വാ. മരുന്ന്. ആ പിന്നെ പച്ചമാങ്ങ ഒരു വട്ടിയൊന്നും വേണ്ട കേട്ടോ. വിഷിക്കനി വെറുതെ ആവില്ലെന്ന് പണിക്കര് പറഞ്ഞ ഫലിച്ചല്ലോ. ഇതൊന്നും നിന്റെ മെടുക്കല്ലട കോന്ത. എന്റെ പേരക്കുട്ടി തറവാട്ടില് കാലെടുത്ത് കുത്തിയതിന്റെ ഐശ്വര്യ. വിവരമൊക്കെ ഞാൻ അറിഞ്ഞു. അവന് ആൺകുട്ടിയാ. നീ എന്നാ സ്കൂട്ടർ അടച്ചോക്ക്. എടാ, നീ ഇന്ന് സ്കൂളിൽ പോകുന്നുണ്ടോ? വേണ്ട, ഒരാഴ്ചത്തെ ലീവ് എടുക്കട്ടെ. അതിന്റെ ഒന്നും ആവശ്യമില്ല അച്ചമ്മേ. കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. നീ ഉടനെ സ്കൂളിൽ പോയാൽ അവക്ക് വിഷമാവൂലേ? ഞാനിവിടെ ഇരുന്നാലാവും അവക്ക് കൂടുതൽ വിഷമം. പോടാ, ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ ഓരോ വർത്താനം. ഉച്ചക്ക് എന്താണെന്ന് വെച്ചാൽ എടുത്തു വെക്ക്. അതൊക്കെ ഇനി നിന്റെ ആളുടെ അടുത്ത് പറഞ്ഞാ മതി. പോണോ ബാല? പോട്ടെ മുത്തശ്ശി, ഭാര്യയേക്കാൾ മുഖ്യം സ്റ്റുഡൻസ് അല്ലേ. പാലേട്ട് റെഡി ആയിക്കോളൂ, ഞാൻ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തേക്കാം. മിടുക്കിയാണ് അവള്.
നിന്റെ ഭാഗ്യാ കുട്ടിയെ. വല്ലാത്ത ഭാഗ്യം തന്നെ. മാഷേ, ഇനി ഈ സ്റ്റൈൽ ഒന്ന് മാറ്റണം. നല്ല ചെത്ത് പാന്റും ഷർട്ടും ബാലേട്ടിന് നല്ല മാച്ച് ആയിരിക്കും. ഓ, എനിക്കതൊന്നും വേണ്ട. വേണം, എന്റെ ആഗ്രഹമല്ലേ. അപ്പൊ എന്റെ ആഗ്രഹവും വാക്ക് തെറ്റിക്കല്ലേ. ലേഖ, ആ സ്നേഹമൊക്കെ ഒരടി ദൂരത്ത് നിന്ന്. സത്യം പറയാലോ, നോക്കൊണ്ടും വാക്കുകൊണ്ടും നീ എന്നെ വല്ലാതെ കൊതിപ്പിക്കുന്നുണ്ട്. നിയന്ത്രിക്കണം. അതിന് യോഗ പ്രാക്ടീസ് ചെയ്താൽ മതി. ഞാൻ തന്നെ ക്ലാസ് എടുക്കാം. എനിക്കിപ്പോ അങ്ങനെ ഒരു യോഗയാവണ്ട. എന്റെ പൊന്നല്ലേ. അത് വേണ്ട. വേണമെങ്കിൽ ഇവിടെ അയക്കും. അയ്യേ, എനിക്ക് അത്രയ്ക്ക് ആഗ്രഹമൊന്നുമില്ല. ഗുഡ് ബോയ്, ദാറ്റ്സ് ഗുഡ്. എന്നാ ഞാൻ പോട്ടെ. ഓക്കേ. ഞാൻ പോവും. ഓക്കേ. പിന്നെ തിരിച്ചു വിളിക്കരുത്. ഇല്ല. എന്നാ ചോറിട്. ഓ ഓ, ചൂട്. വിളിച്ചോ? ഇല്ല. എന്നാ തോന്നിയതായിരിക്കും. അഭിപ്രായങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. കൈ എങ്കിൽ കൈ. ചെറിയ ചമ്മാതി തമാശ. എങ്ങനെ ഉണ്ടടാ എന്റെ ക്ലാസ്? ഇത്രയേ ഉള്ളൂ പെണ്ണ്. ആട്ടെ, അവിടെ കണ്ടീഷനൊക്കെ കാറ്റി പറത്തിയില്ലേ? ഇല്ല, അവൾ ഇപ്പോഴും അതിൽ തന്നെ കടിച്ചു തോന്നി നിൽക്കുക. ഈ പരിപ്പൊന്നും അവളെടുത്ത് വേവില്ല. അപ്പോ എന്താ? ശൂന്യം. ചെറിയ ചമ്പാ, സ്കൂളിൽ പോവാം. ആന്റി, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഞങ്ങൾക്ക് ചെയ്യാനുള്ള ജോലി പോലും ഇല്ല അല്ലേ? ആ, എന്താ ഇഷ്ടം എന്ന് വെച്ചാ ഉണ്ടാക്കി തരാനാ അമ്മ പറഞ്ഞിരിക്കണേ. ഉച്ചയൂണ് സ്പെഷ്യൽ എന്താ പറഞ്ഞോളൂ. അയ്യോ, ഞാൻ ഊണയിക്കില്ല. പിന്നെ വെരി സിമ്പിൾ. രാവിലെ കുമ്പളങ്ങ ജ്യൂസ്, ഉച്ചയ്ക്ക് റോ വെജിറ്റബിൾസ്, എന്തെങ്കിലും ക്യാരറ്റോ ബീട്രൂട്ടോ, രാത്രി ഒരു ജ്യൂസ്. അത് മതിയോ കുട്ടി? ധാരാളം. പിന്നെ യോഗ, എക്സസൈസ്. ആന്റിമാർക്ക് തടി കുറയ്ക്കണോ? എന്റെ കൂടെ എക്സസൈസ് ചെയ്താൽ മതി. അതൊക്കെ ചെയ്യാം. പക്ഷെ ഊണ് കഴിക്കാതിരിക്കാൻ പറ്റില്ല. ഒന്ന് ശ്രമിച്ചൂടെ? ഒന്ന് ശ്രമിക്കാ എടുത്തി. ബാംഗ്ലൂരിൽ നിന്ന് ഒരു കോളുണ്ട്. ഞാൻ ഇപ്പൊ വരാം. എന്താ സ്ത്രീജനങ്ങളുടെ ഒരു ബഹളം? ഏയ്, ഒന്നുമില്ല. ഹലോ, സ്പീക്കിംഗ്. ചെറിയച്ഛനാ എന്നെ കുഴി ചാടിച്ചത്. കസർത്ത് കാണിക്കുന്ന ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നിട്ട്. എന്റെ ബാല, സ്ത്രീ ഹൃദയം കണ്ടെത്താൻ നിനക്ക് കഴിയുന്നില്ലല്ലോ. അതിലോലവും മൃദുലവുമാണത്. ചെറിയച്ഛൻ വാ, നമുക്ക് പോവാം. ഇന്ന് നിന്റെ ഹൃദയത്തിന്റെ വാതായനങ്ങൾ തുറക്കുന്നു. മറ്റാരോടുമല്ല, നിന്റെ ഭാര്യയോട്. എല്ലാം എല്ലാം. ഇടവമാസത്തിലെ ഇടിയും മിന്നലും മഴയുമുള്ള രാത്രിയിൽ സാക്ഷ്യം വഹിക്കാൻ ഇന്ന് വൈദ്യുതി ഉണ്ടാവില്ല. കൃത്യം 10 മണിക്ക് ഞാൻ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യും. അതൊക്കെ ശരിയാവോ ചെറിയച്ഛ? കൃത്യം 10 മണിക്ക്. തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി, നിന്റെ തിങ്കളാഴ്ച നോയമ്പിന്നു മുടക്കും ഞാൻ. ബാലേട്ടൻ ഇന്നെന്താ ഒരു പാട്ട്? എന്താണെന്ന് അറിഞ്ഞൂടാ, ഒരു വല്ലാത്ത മൂഡ്. ഒരു ദിവസം ഇപ്പൊ ചന്ദനം തേച്ചില്ലെങ്കിൽ എന്താ? വന്ന് കിടക്ക്. ഞാൻ കിടക്കാൻ കൊറേ സമയാവും. ബാലേട്ടൻ ഉറങ്ങിക്കോ. ഇല്ല, ലേഖ അടുത്തുണ്ടെങ്കിലേ എനിക്ക് ഉറക്കം വരും. അപ്പൊ ഇത്രയും ദിവസമോ? ഇത്രയും ദിവസം ലേഖയെ കുറിച്ചുള്ള മധുര സ്മരണകൾ അയവിറക്കിക്കൊണ്ടങ്ങ് ഉറങ്ങി. കയറൂരുന്നു. കുട്ടൻ കണ്ണടച്ച് കിടന്നോളൂ, തനിയേ ഉറക്കം വരും. എന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടല്ലേ? ആഹാ, ബ്യൂട്ടിഫുൾ വെതർ. മഴയുണ്ടാവും തോന്നുന്നു.
ലേഖേ ഉം. ഞാനൊരു കാര്യം പറയട്ടെ. ആ പറയാൻ മറന്നു. എന്താ? എനിക്ക് ബാംഗ്ലൂർ വരെ ഒന്ന് പോയേണ്ടി വരും. ബാലേട്ടൻ കൂടെ ഒന്ന് വരണം. ബാലേട്ടാ, ഒരു കുഴപ്പമില്ല. കറണ്ട് പോയി ബാലേട്ടാ. അതിനെന്താ? ഫാൻ ഇല്ലാതെ എനിക്ക് ഉറക്കം വരില്ല. ഞാൻ ബാൽക്കണി പോയി നിൽക്കാൻ പോവാ. ബാലേട്ടൻ കിടന്നോ? ഈ ചെറിയച്ഛൻ ചെറിയച്ഛനോ? അല്ല, ഈ ചെറിയാച്ചന്റെ ക്രൂരകൃത്യങ്ങൾ സിനിമ ഇന്ന് രാത്രി ടിവിയിലുണ്ട് 10 മണിക്ക്. അതാ ചെറിയച്ഛന്റെ ക്രൂരകൃത്യങ്ങൾ. അയ്യോ ശ്രീധരേട്ടാ, ഇത് ഞാനാ, സാവിത്രിക്കുട്ടി. രക്തചന്ദനം പുരട്ടിയതാ. നമ്മുടെ ലേഖ പഠിപ്പിച്ചതാ. ശ്രീധരേട്ടാ, ഇത് ഞാനാ. അയ്യോ അയ്യോ, എന്റെ ഈശ്വര. ശാരദീർത്തി ഒന്ന് വന്നേ. ശാരദീർത്തി, ശാരദീർത്തി, ശാരദീർത്തി. എന്താ പേടിച്ചു പോയി. ഞാനും ശ്രീധരേട്ടൻ അവിടെ ബോധം കെട്ടി കിടക്കുക. അയ്യോ ശ്രീധരേട്ടാ, ശ്രീധരേട്ടോ, ശ്രീധരേട്ടാ, 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 എനിക്ക് ശ്രീധരേട്ടോ, ചേട്ടാ. ഇപ്പൊ കഴിക്കണം. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. ഇവിടെ ആഹാരം കഴിക്കുന്നില്ലാന്ന്. ആ, ഇനി മുതൽ ഞാനും സാവിത്രി അങ്ങനെ ആവാൻ പോവാ. ആഹാരം കഴിക്കാതെ അവസാനം വല്ല സുഖക്കേടും വരും. പറഞ്ഞില്ല എന്ന് വേണ്ട കേട്ടോ. നിനക്കെന്താ ബാല ഒരു വല്ലായ്മ? ഒന്നുമില്ല അച്ഛമ്മേ. ഞാൻ തുറന്നു പറയാൻ പോവാ. വേണ്ട ചെറിയച്ഛ. ഇല്ല, ഇനി ഇത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. അമ്മ ചോദിച്ച സ്ഥിതിക്ക് ഞാനത് പറയും. പറയൂ ശ്രീധര, എന്താ കാര്യം? അങ്ങനെ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കണ്ടേ? അതെ, അതിന് പരിഹാരം ഇന്നുണ്ടാക്കണം. ബാലനൊരാഗ്രഹം എല്ലാ ആണുങ്ങൾക്കും ഉണ്ടാവും. പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ പുതുമോടി അവനും ഒരാഗ്രഹം ഉണ്ടാവില്ലേ? ബാലനും ലേഖയ്ക്കും മധുവിധം ആഘോഷിക്കാൻ എങ്ങോട്ടെങ്കിലും പോകണമെന്ന്. ഇത്രേ ഉള്ളൂ? അച്ചമ്മ തടസ്സം നിൽക്കുമെന്ന് കരുതുണ്ടോ? രണ്ടാളും നാളെ തന്നെ പുറപ്പെട്ടോട്ടെ. ഇല്ലേ ലക്ഷ്മി? എവിടേക്ക് പോണെന്ന് വെച്ചാ അവര് പോയിട്ട് വരട്ടെ. ആ, വിഘ്നങ്ങളൊന്നും കാണുന്നില്ലല്ലോ. കുട്ടികളുടെ ജാതപ്രകാരം സന്തതികൾ ഉണ്ടാകേണ്ടതാണ്. മാസം 8 കഴിഞ്ഞില്ലേ പണിക്കരെ? സർപ്പകോപം തീർന്നില്ല എന്നുണ്ടോ? അശേഷം കാണില്ല. ഏതായാലും മണ്ണാർശാലയ്ക്ക് എന്തെങ്കിലും വഴിപാട് കഴിക്കുക. ശുഭലക്ഷണമാണ് കാണുന്നത്. ഇനി ഈശ്വരച്ച പോലെ. എന്നാ പിന്നെ യാത്രയില്ല. ഓ, ആയിക്കോട്ടെ. ബാല, രണ്ടാളും കൂടെ ഡോക്ടറെ അടുത്ത് പോയി ഒരു ചെക്കപ്പ് കഴിക്കണം. അതൊന്നും വേണ്ട. വേണം, ഇന്ന് തന്നെ കാണണം. ഡോക്ടർ വീട്ടിൽ തന്നെ ഉണ്ടാവും. നമുക്ക് ആലോചിക്കാം. ആലോചിച്ചാ പോരാ. ലേഖേ, വേഗം തയ്യാറായിക്കോളൂ. മുത്തശ്ശി, തടസ്സം ഒന്നും പറയണ്ട. രണ്ടാളും പുറപ്പെട്ടോളൂ. അതിന് ഡോക്ടറുടെ അടുത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. പറയുന്നതനുസരിച്ചാ മതി. ആന്റിക്ക് സത്യാവസ്ഥ അറിയാത്തോണ്ടാ. ബാലേട്ടന് 2 കൊല്ലം കഴിഞ്ഞു മതിയെന്ന. ബാല, അച്ചമ്മയ്ക്ക് തൃപ്തിയായി. മരിക്കണേന് മുമ്പ് നിന്റെ കുട്ടിയെ ഈ കൈകൊണ്ടെടുക്കണമെന്ന് അച്ചമ്മ ആശിച്ചു പോയി. അച്ഛമ്മേ, അച്ഛമ്മേ. കൂടാ ഒരുത്തരില്ലാത്തവന്. ഞങ്ങളുടെയൊക്കെ മനസ്സറിഞ്ഞവനല്ലേ നീ? ഞങ്ങളോടില്ലെങ്കിലും നിന്റെ തലയിലും താഴത്തും വെക്കാതെ വളർത്തി ആ പാവത്തിന് കണ്ണീര് കുടിപ്പിച്ചാൽ നീ എങ്ങനെ ഗുണം പിടിക്കും? പിന്നെ ഞാൻ കുറ്റം പറയില്ല മോളെ. എന്നാലും ഞങ്ങളെയൊക്കെ ഓർത്തെങ്കിലും ഇവന്റെ വാക്ക് നീ കേൾക്കരുതായിരുന്നു. ഇനി അവളെ അങ്ങനെ വിട്ടാൻ പറ്റില്ല. നമുക്ക് വഴി ഉണ്ടാക്കാടാ. നീ വിഷമിക്കണ്ട.
ബാലേട്ടാ. ഓ, ഒരു ബാലേട്ടൻ, എന്തൊരു അഭിനയം! ഭർത്താവിനോടുള്ള സ്നേഹം വഴിഞ്ഞൊഴുകയല്ലേ. ജീവിതത്തിൽ ആദ്യമായിട്ടാ അച്ഛൻ എന്നെ ശാസിക്കുന്നത്. എല്ലാം ഞാൻ സഹിക്കും. എന്റെ അച്ഛമ്മയുടെ അമ്മയുടെ കണ്ണു നിറഞ്ഞാലുണ്ടല്ലോ. സോറി ബാലേട്ടാ, അതല്ലാതെ രക്ഷപ്പെടാൻ മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു. ഒരു കുട്ടിക്ക് വേണ്ടിയുള്ള അടങ്ങാത്ത ആഗ്രഹവുമായി കഴിയുന്നവരാ ഈ തറവാട്ടിലുള്ളവരെല്ലാരും. പ്രതീക്ഷകളെല്ലാം തെറ്റി. ഇനി എന്റെ ഊഴം. ഈശ്വരൻ കനിയുമെന്നുള്ള വിശ്വാസത്തിൽ നാളുകൾ തള്ളി നീക്കിയാണവർ. അവരുടെ ആഗ്രഹത്തിന് വേണ്ടിയെങ്കിലും നിനക്കൊന്ന് അലിഞ്ഞുകൂടെ? ഈ ദീർഘവീക്ഷണം അന്ന് എനിക്കുണ്ടായിരുന്നു. പറഞ്ഞു, മനസ്സിലാകുന്ന ഭാഷയിലൊക്കെ. പ്രോമിസ് ചെയ്തിട്ടല്ലേ ഞാൻ സമ്മതിച്ചേ. പെണ്ണല്ലേ, അലിയുമെന്ന് കരുതി. ഞാനും അതെ, ആണായതുകൊണ്ട് വാക്ക് പാലിക്കുന്നു. ബാലേട്ടാ, എനിക്ക് സെന്റിമെന്റ്സ് ഇല്ലാന്നൊന്നും കരുതണ്ട. മനസ്സിൽ കൂടി അത് തോന്നണം. അതുവരെ എന്തോ സങ്കീർണമായ പ്രശ്നം അവക്കുണ്ട്. ഒരു പ്രശ്നവുമില്ല. അവൾക്ക് അവളുടെ ശരീര സൗന്ദര്യമാണ് പ്രധാനം. അല്ലാതെ നമ്മളെ പോലെ സ്നേഹം, ബന്ധം ഇതൊന്നും തരും പോലുമില്ല. അത് നമുക്ക് മാറ്റിയെടുക്കണം. വേണ്ട, ഇനി ഒരടവും പ്രയോഗിക്കാൻ ഞാനില്ല. ഇപ്പൊ ആ അവസ്ഥയിലല്ല ഞാൻ. അച്ഛമ്മ എന്നോട് മിണ്ടനില്ല. അമ്മയാണെങ്കിൽ ഞാൻ ഏതോ ഒരു അപരാധം ചെയ്ത പോലെ. ഒക്കെ മാറൂടാ. എവിടെയോ ഒരു പെശകുണ്ട്. അതൊന്ന് കണ്ടുപിടിക്കണം. എന്തായാലും ഇനി എനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല. ഭവിഷ്യത്ത് എന്തു ആയിക്കോട്ടെ, ഞാൻ തുറന്നു പറയാൻ പോവാ. അറ്റ കൈക്ക് ഒരു പരീക്ഷണം നടത്തിയാലോ ബാല? എന്താ? ഇപ്പൊ ആവശ്യം അവളെ നിന്നിലേക്ക് ആകർഷിക്കുകയാണ്. ഒരുപക്ഷെ ആരെങ്കിലും കൂടോത്രം ചെയ്തുകൊണ്ടായിരിക്കാം അവൾ ആകർഷ കാണിക്കുന്നത്. അതിനേറ്റവും നല്ല വഴി മന്ത്രവാദമാണ്. കഷ്ടം, ഓരോ ബുദ്ധി ഉദിക്കണതേ. ഇനി എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ തീരുമാനിച്ചോളാം. ബാല, മന്ത്രവാദം വേണ്ടെങ്കിൽ വേണ്ട. ഒരു രോഗമുണ്ടെങ്കിൽ ചികിത്സയും ഉണ്ടാവും. നമ്മുടെ മാധവേട്ടന് ആയുർവേദം മാത്രമല്ലാതെ ചില ലൊട്ടുലൊടുക്കു വേലകൾ അറിയാം. ഭർത്താവിനെ വെട്ടിക്കൊല്ലു എന്ന് പറഞ്ഞു നടന്നൊരു പെണ്ണുണ്ടായിരുന്നില്ലേ? ആ, നമ്മുടെ തെക്കുംപറമ്പിലെ ചക്കയുടെ പോള് വള്ളി മാധവേട്ടൻ ചികിത്സിച്ചു. ഓങ്ങിയ കൊടുവാള് താഴെ ഇട്ടിട്ട് കെട്ടിയവന്റെ കഴുത്തിൽ കെട്ടിയൊരു പിടുത്തം. ആ വിദ്യ. ചേട്ടാ, ഒന്ന് വന്നേ. ആ വിദ്യ അറ്റ കൈക്ക് പ്രയോഗിക്കാനുള്ളതാ. ആട്ടെ, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന് എന്താ എന്നെ അറിയിക്കാഞ്ഞ്? ഇതൊക്കെ എങ്ങനെയാ ചെറിയ പറയണത്? പിന്നെ ഈ ശുംഭന്റെ വാക്ക് കേട്ട് പ്രവർത്തിച്ചു. സംഗതി കൊള്ളായപ്പോ എന്റെ അടുത്ത് വന്നു. നിങ്ങളെന്നല്ല, എല്ലാരും അങ്ങനെയാ. എന്തെങ്കിലും അസുഖം വന്ന ഓടും ഡോക്ടറെ അടുത്തേക്ക്. അതിനൊന്നും പ്രകൃതി കാണാതാവുമ്പോ അന്വേഷിച്ച് കണ്ടുപിടിച്ച് മാധവന്റെ അടുത്ത് വരും. അപ്പോഴേക്കും രോഗം മൂർച്ഛിച്ചിട്ടുണ്ടാവും. ഇവിടെ ആർക്കും രോഗവുമില്ല, ചികിത്സയും വേണ്ട. മാധവേട്ടന് ഇതിലെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കാം, സമാധാനായിട്ടിരിക്കെ. പിന്നെ ഇതൊരു രോഗമല്ലെന്ന് പറയാൻ പ്രശസ്തനായ ഒരു വൈദ്യൻ നിലയ്ക്ക് ഞാൻ തയ്യാറല്ല. അവളിങ്ങനെ ചിന്താഗതി ഉള്ളത് തന്നെ രോഗലക്ഷണമാണ്. അലോപ്പതിക്കാര് ഇതിന് മാനസിക രോഗത്തിനുള്ള ചികിത്സ തുടങ്ങും. എന്ന എന്റെ ചികിത്സയുടെ സമ്പ്രദായം മറച്ചാ. എന്നിട്ട് ചെറിയ ചിലപ്പോ ചികിത്സിക്കാൻ പോവാണോ? ആ, എന്റെ പൊന്ന് ചെറിയച്ച, ഇത് വീട്ടിലുള്ളവരെല്ലാരും അറിയിപ്പിച്ച് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്. ഇതിൽ കൂടുതൽ എന്ത് കുഴപ്പമുണ്ടാവാനാ? വിനാശകാലേ വിപരീത ബുദ്ധി. ഏതായാലും നല്ല സമയത്താ നീ വന്നത്. അതിനുള്ള ബുദ്ധി തോന്നിയത് നിന്റെ ഭാഗ്യം. ആയുർവേദത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു രോഗിക്ക് ചികിത്സ വേണമെന്ന് തോന്നല്. വല്ലതും പറയാനേ പറയേ, ഞങ്ങൾക്ക് വേറെ ജോലിയുണ്ട്. പറയാം. അഷ്ടാംഗരേഖത്തിന് പ്രതിവിധിയില്ല. നിരാശപ്പെടുകയൊന്നും വേണ്ട. ഒരു സൂത്രപ്പണിയുണ്ട്, അല്പം കഠിന. വശീകരണം. അംഭോജം അമ്പു കടലാടി ഉഴിഞ്ഞ ഉമ്മം മാമ്പൂവ് നിശ വാഗ വഞ്ഞി മുതക്കുമൊപ്പം പാച്ചോറ്റി നീരിലൊരു യാമമരച്ചശിച്ചാൽ മങ്കയ്ക്ക് ഊതിയുണരും രതി തന്നിലേറ്റം. 11 കൂട്ടം മരുന്നാ ഞാൻ ഉണ്ടാക്കി തരാം. അത് സേവിച്ച മങ്കയ്ക്ക് ഊതിയുണരും. അയ്യോ, മതി മതി മാധവേട്ട, ബാക്കി ഇവൻ ഏറ്റു. ഒരെണ്ണേ തരുള്ളൂ, അത് തന്നെ അധിക. ബാക്കി ഞാൻ സൂക്ഷിച്ചോളാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആവശ്യമുള്ള ആളിന് മാത്രമേ ഇത് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും. ചെറിയ പേടിക്കാനൊന്നും ഇല്ലല്ലോ. ഏയ്, ധൈര്യമായിട്ട് കഴിക്കാം. എന്നാലും ഏതെങ്കിലും മൃഗത്തിന് കൊടുത്ത് ഒരു പരീക്ഷണം നടത്തിയിട്ട് പോരെ? നടത്തി. മൃഗത്തിനല്ല, മനുഷ്യന്. അതൊരു സ്ത്രീക്ക്. കനകലരേ,
ആ ഞാൻ തന്ന മരുന്ന് വീട്ടിൽ കൊണ്ടുപോയിട്ട് എങ്ങനെയുണ്ട്? അനുഭവം പറഞ്ഞു കൊടുക്കൂ. ഇപ്പൊ ബോധ്യമായല്ലോ. കറുത്ത വാവൻ എന്ന് കൊടുത്താൽ മതി, ഫലം കൂടും. അല്പം തേനിൽ ചാലിച്ച് അങ്ങോട്ട് സേവിച്ചാ മതി. എങ്ങനെയാ ചെറിയ അവളെ കൊണ്ട് കഴിപ്പിക്കുക? ഇന്നെല്ലാം കൂട്ടും ഒരു ശുഭമുഹൂർത്ത. കറുത്ത മാവ് അമ്മയും ലക്ഷ്മിയേട്ടത്തെയും അമ്മൂട്ടിയും കൂടെ അമ്പലത്തിൽ കൃഷ്ണാട്ടം കാണാൻ പോയിരിക്കുക. അതല്ല പ്രശ്നം. അടുക്കളയിൽ അമ്മൂട്ടിക്ക് പകരം കുമാരനാ. വിഷമിക്കണ്ട, കുമാരനെ ഏൽപ്പിക്കാം. കുമാരനോ? അവൻ കുറവാക്കും. അവനാ നല്ലത്. ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഉടനെ അത് മറക്കും. നീ വാ. കുമാരാ, വാ. കുമാരാ, നീ രഹസ്യമായിട്ടൊരു കാര്യം ചെയ്യണം. ഏറ്റു. ഇരു ചെവി അറിയരുത്. ഏറ്റു. ആരെങ്കിലും അറിഞ്ഞു എന്നറിഞ്ഞ ഞാൻ ഏറ്റൂന്നേ. ലേഖ രാത്രി ചെറുനാരങ്ങ വെള്ളം ചെറുതേനും കൂട്ടിയാ കഴിക്കുന്നത്. അയ്യോ, ഞാനത് മറന്നു. എന്നോട് അമ്മൂട്ടി പ്രത്യേകം പറഞ്ഞിരുന്നതാ ലേഖക്കുട്ടിക്ക് കൃത്യം 8 മണിക്ക് നാരങ്ങാ ജ്യൂസ് കൊടുക്കണമെന്ന്. ഞാൻ ഇപ്പൊ എടുക്കാം. അത് കേടേ, ഇത് കൊടുക്കുമ്പോ ഇതിനകത്തൊരു ഗുളിക കൂടിയിട്ട് വേണം കൊടുക്കാൻ. അതെന്തിനാ? അത് നീ അറിയണ്ട. ആ, എനിക്കറിയാം എന്തിനാണെന്ന്. നിനക്കെങ്ങനെ അറിയാം? ഇതെന്താണെന്നും എന്തിനാണെന്നും മാധവൻ എന്നോട് പറഞ്ഞു. അതീവ രഹസ്യമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ വീട്ടിൽ ഇതൊരു രഹസ്യമൊന്നല്ല. എന്റെ ബാല, ഇത് അമ്മുട്ടിക്ക് വരെ അറിയാം. അയ്യോ, ചതിച്ചോ? അവളപ്പൊ ഇത് കഴിക്കില്ല. അത് ഞാൻ കഴിപ്പിച്ചോളാം. നീ ആ ഗുളികതാ. ആ സ്പൂൺ കേടേ. ഇനി ഒരു സംശയം ഉണ്ടാവില്ല, കുടിച്ചോളൂ. ഇതെന്തിനാണെന്ന് വീട്ടിലെല്ലാരും അറിഞ്ഞോ കുമാരാ? എന്റെ ശ്രീധരേട്ട അറിഞ്ഞു എന്ന് പറഞ്ഞില്ലേ? എന്നാ എന്താന്ന് പറ. മഹാധന്യന്തരം. മാധവന് ഇത് പതിവായിട്ട് കൊടുക്കുന്നതല്ലേ? ഇന്നലെ അമ്മുട്ടിക്കും കൊടുത്തു. മരുന്നാന്ന് പറഞ്ഞാൽ ലേഖക്കുട്ടി കഴിക്കില്ല, അതുകൊണ്ടല്ലേ. ഓ, രക്ഷപ്പെട്ടു. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ആ മണ്ട ശിരോമണിക്ക് ഒരു ചുക്കും അറിയില്ലാന്ന്. മണമുള്ള റോജ ഗോൾഡ് സുപ്പാരി. കുടിച്ചു കുടിച്ചു. കുടിച്ചോ? കുടിച്ചു. ഇനി 2 ഗ്ലാസ് കൂടി വേണം. അതാർക്കാടാ? ഇവിടെ ഇപ്പൊ എല്ലാരും രാത്രി ജ്യൂസേ കുടിക്കൂ. ഇനി ലേഖക്കുട്ടിക്ക് സാവിത്രി അടുത്തേക്കും കൂടി വേണം. അപ്പൊ ലേഖ അല്ലേ ജ്യൂസ് കുടിച്ചത്? ലേഖക്കുട്ടിക്ക് ഇപ്പൊ കൊടുക്കാം. എടാ, അപ്പ കുടിച്ചതാരാ? ശാരദ എടുത്തി. ലേഖയ്ക്ക് കൊടുക്കാല്ലേടാ ഞാൻ പറഞ്ഞത്. അയ്യോ, ലേഖക്കുട്ടിക്കാണെന്നാ പറഞ്ഞതല്ലേ? എന്നാ മാധവേട്ടന്റെ അടുത്ത് പോയിട്ട് ഒരു മഹാധന്യന്തരം കൂടി വാങ്ങിച്ചോണ്ട് വാ. ഞാൻ പറഞ്ഞില്ലേ ഇവ എടാ അവിടെ ഉണ്ടാക്കുമെന്ന്. ഇനി ബാധകട്ടോട് എന്താ പറയുക? ആലോചിക്കാൻ സമയമില്ല. വാ, ജ്യൂസ് കൊടുക്കാൻ വരട്ടെ. ധന്വന്തരം ഉടനെ കൊണ്ടുവരും. ഓ, വാ. ചെറിയച്ച, ചെറിയച്ച, ഇനി ഒരെണ്ണം കൂടെ എടുക്കാനുണ്ടാവുമോ? ഒരെണ്ണം തന്നെ ധാരാളം. അതിന് 10 കുതിരശക്തി ഉണ്ട്. ഏട്ടാ, അത് പോണ വഴിക്ക് എവിടെയോ കളഞ്ഞു പോയി. തേടി പിടിച്ചെടുത്തോണ്ട് വാ. അറിയാതെ ആരെങ്കിലും എടുത്ത് കഴിച്ചാ തീർന്നു. ഇന്ന് കാളരാത്രിയാവും. എന്റെ പൊന്നു മാധവേട്ടനല്ലേ, നാളെ രാവിലെ തപ്പിയെടുത്തോളാം. ഇന്നത്തേക്ക് ഒരു എണ്ണം പ്ലീസ്. ഇനി ചോദിക്കരുത്. ഇല്ല. സൂക്ഷിച്ചു കൊണ്ടുപോ. മാധവേട്ടൻ ഇന്ന് രാത്രി കാളരാത്രിയാ. എന്നാ ഗ്ലാസ് മാറിപ്പോകരുത്. ഇത് ലേഖയ്ക്ക്. അത് വേണ്ട, ഒരു ഗ്ലാസ് കൊണ്ടുപോയാൽ മതി. ആ, സാവിത്രിക്കുട്ടിക്ക് പിന്നെ കൊടുക്കാം. ആർക്ക് കൊടുക്കും? സാവിത്രിക്കുട്ടിക്ക്. ലേഖക്കുട്ടിക്ക്. ആർക്ക് കൊടുക്കും? ലേഖക്കുട്ടിക്ക്. ആർക്ക് കൊടുക്കും? എനിക്കറിയാം. ലേഖക്കുട്ടിക്ക്. 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 മാറിപ്പോവല്ലേ? ലേഖക്കുട്ടിക്ക്. ജ്യൂസ്. എന്താ കുമാര, എത്ര നേരമായി ജ്യൂസ് ചോദിച്ചിട്ട്?
നിങ്ങൾ എന്താ ഇവിടെ? ഞങ്ങൾ വെറുതെ കാറ്റ് കൊള്ളാൻ വന്നാ. അടുക്കളയല്ലോ. ആ, 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 ബാല, ഇപ്പൊ എന്റെ തടി കുറഞ്ഞിട്ടുണ്ടോ? ആ. ഇനി ഞങ്ങൾ ലേഖയെ പോലെ അരിഭക്ഷണം നിർത്താൻ പോവുക. ആഹാ. വേണ്ട സാവിത്രി, നീ ആ ജ്യൂസ് കുടിക്കരുത്. ഞാൻ ജ്യൂസ് കുടിച്ചാ ശ്രീധരേട്ടൻ എന്താ? ഓ, കുടിക്കണ്ട ചെറിയമ്മേ. നീ ചെന്ന് നിന്റെ ഭാര്യ എടുത്ത് പറ. ചെറിയച്ചാ. സാവിത്രി, നീ ജ്യൂസ് കുടിക്കരുത്. ശ്രീധരേട്ട വിട്. നീ ഇത് കുടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ശ്രീധരേട്ട കാണിച്ചു. സാവിത്രി വിട്, വിട്. ഈ ശ്രീധരേട്ടൻ എന്തിന്റെ സുഖേടാ? ജ്യൂസ് വേണമെങ്കിൽ പറഞ്ഞാ പോരെ. എന്തിനാക്കാന്താ? കുമാര, വേറൊരു ഗ്ലാസ് എടുക്കും. ചെറിയച്ഛൻ എന്തിനാ ഇത് കുടിക്കാൻ പോയത്? അവൾ ഇത് കുടിച്ചാൽ കുഴപ്പമുണ്ടാവുന്നു കരുതിയിട്ടല്ലേ ഞാൻ കുടിച്ചത്. ഷോ, ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടും. ഇനിയിപ്പോ എങ്ങനെയാ മുകളിൽ ചെന്ന് ധന്വന്തരം ഒന്നുകൂടി മേടിക്കുന്നത്? ധന്യന്തരം വേഗം കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ അതില്ലാതെ ജ്യൂസ് കൊടുക്കും. നില്ല് നില്ല് നില്ല്, വാ വാ വാ. മഹാധന്യന്തരത്തിന് ഈ വീട്ടിൽ ഇത്രയും പിടിവലിയോ? സാവിത്രി, ചെറിയച്ഛൻ ഇവിടെ നിൽക്കാണോ? ഇങ്ങോട്ട് വന്നേ. ആ, തപ്പി എടുത്തോ? ഓ, ഓ, എന്താ രണ്ടുപേരും കഥകളി കളിക്കണത്? ഒരെണ്ണം കൂടി തരില്ല. കാരണം പ്രശ്നമില്ല. ചെറിയച്ഛ ഒരെണ്ണം കൂടി വേണം. ചോദിക്കണ്ട, തരില്ല. ഇതെന്താണ്? ഒരെണ്ണം. ഒരെണ്ണം. വാ, എന്താ വാ, എന്താ വാ, വാ, എന്താ വാ, ചെയ്ത് വാ, കാണിക്കണേ? ഒരെണ്ണം, ഒരെണ്ണം. എന്താ ഈ കാര്യം? വാ, 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 എന്താ ഈ എന്റെ പൊന്നു വാ, വെച്ച്. അയ്യേ, ശോ, ദൈവമേ. ഓടാതെ, ഓടാതെ മാധവേട്ട. ഈശ്വര, ധാത്രി, തുറക്കില്ല. തുറക്കില്ല എന്ന് പറഞ്ഞാൽ തുറക്കില്ല. ആനയ്ക്ക് മണലിക്കെ തളയ്ക്കാം, മനുഷ്യന് മണലിയാലോ. തുറക്കില്ല എന്ന് പറഞ്ഞില്ലേ? ഇതെന്ത് ശല്യായല്ലോ ഇത്. ഈശ്വര, എനിക്കായിരുന്നു. ഞാൻ വിചാരിച്ചു അവനാണ്. എന്താ എന്താ നിനക്ക്? നീ കാണിക്കണേ? എന്താണല്ലേ? എന്താ നീ കാണിക്കണേ? സാവിത്രി, ശ്രീധരേട്ടാ, എന്തായി കാണിക്കുന്നേ? സാവിത്രി. വിട് മാധവ്. ഇവിടെ ഇരിക്കുവല്ലോ മാധവേട്ട. വാ. വേണ്ട. പറ്റില്ല എന്താ മാധവേട്ടാ. നിങ്ങൾക്കൊക്കെ പറ്റിയേ? എന്റെ ശാരദേ, നീ ഇത്തിരി മോരെടുത്ത് കുടിക്കേ. എനിക്ക് മോര് വേണ്ട. വാ.
ലേഖേ, ഏതായാലും വന്ന് കിടക്ക്. നേരെ എത്രയെന്നറിയാവോ? ഇല്ല, ഞാൻ ഇവിടെ കിടന്നോളാം. ഏ എന്താ ലേഖ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? ബാലേട്ടൻ പോയി കിടന്നോ. ലേഖേ, പ്ലീസ്. എന്നാ കുറച്ചുകൂടെ നീ കിടക്ക്. എന്തിനാ? എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാന്ന്. ഇവിടെ കിടക്കാൻ പറ്റില്ല. ബോഡി ടച്ച് ചെയ്താലോ കുഴപ്പം? ബോഡി ടച്ച് ചെയ്യുന്നില്ല. ഓക്കെ, ആ നീ കിടന്നു, നീ കിടന്നു. കഷ്ടം ഇത്. അതെ ലേഖ, ബാലേട്ടൻ, എനിക്ക് ദേഷ്യം വരൂട്ടാ. ഈ വക നമ്പറൊന്നും ഇവിടെ ഏൽക്കില്ല. മറ്റേ വശീകരണ ജ്യൂസ് തന്നെ വേണം. ഞാൻ തന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ, അത് മാത്രം ചെയ്താൽ മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. ഞാൻ ഇപ്പൊ വരാം. നിന്നോട് സ്കൂളിലേക്ക് വരരുന്ന് ഞാൻ പറഞ്ഞു. അയ്യോ, മുത്തശ്ശി പറഞ്ഞിട്ടാ. എന്താ വിശേഷം? വിശേഷമുണ്ട്. ലേഖക്കുട്ടി മതി, വേറെന്തെങ്കിലും പറയാൻ വന്നതായിരിക്കും. ഒന്ന് പോടാ. സത്യമായിട്ട് ബാല, ഡോക്ടർ വന്നിട്ടുണ്ട്. കുമാര, ഇപ്രാവശ്യം എന്നെ വിഡ്ഢിയാക്കിയ നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല. ഇല്ല ബാല, വന്ന് നോക്ക്. ഞാൻ ശ്രീധരനോട് പറയട്ടെ. വേണ്ട, ഞാൻ പറഞ്ഞോളാം. നീ വയ്ക്കൂ. ആ, കൺഗ്രാറ്റുലേഷൻസ് ബാല. താങ്ക് യു. ഇക്കുറി എന്റെ വരവ് വേസ്റ്റ് ആയില്ല. പോട്ടെ, മെഡിസിൻസ് കൊടുത്തുവിടാം. ബാല, നീ അങ്ങോട്ട് ചെല്ല്. ഇനി എപ്പോഴും അവളുടെ അടുത്ത് ഉണ്ടായിരിക്കണം. ചെല്ല്. ഈശ്വരൻ എന്റെ പ്രാർത്ഥന കേട്ടു. കൃഷ്ണേട്ടനെ ഉടനെ വിവരം അറിയിക്കണം. ലേഖേ, ഇപ്പൊ സന്തോഷായല്ലോ. അതെ, എല്ലാവർക്കും. ആറ്റുനോറ്റിരുന്നതാ ഞങ്ങള്. നേരാത്ത ദൈവങ്ങളില്ല, കഴിക്കാത്ത വഴിപാടുകളില്ല. പ്രസാദിച്ചില്ലേ എന്റെ പൊന്നെ? നിന്നോട് ഞാൻ എങ്ങനെ നന്ദി പറയും? സോറി, ബാലേട്ടന്റെ കണക്കൂട്ടല് തെറ്റാ. ബാലേട്ടൻ വിചാരിക്കുന്നുണ്ടോ ഞാൻ വയറ് വീർപ്പിച്ച് നടക്കുന്നു, ഒരു കുട്ടിയെ പ്രസവിക്കുന്നു? നടക്കില്ല. അങ്ങനെ പറയരുത്. ഈ സമയത്ത് അങ്ങനെ ഒരു ചിന്തയെ നല്ലതല്ല. പ്ലീസ് ലേഖേ, പോയി റെസ്റ്റ് എടുക്കൂ. ഡോക്ടർ എന്താ പറഞ്ഞെന്നറിയോ? റെസ്റ്റ് എടുക്കണം, ശരീരം അനക്കരുത്, ട്രാവൽ അവോയ്ഡ് ചെയ്യണം. ഞാൻ എന്താ ചെയ്യാൻ പോണെന്നറിയോ? അയ്യോ വേണ്ട വേണ്ട, ഞാൻ സമ്മതിക്കില്ല. ബാലേട്ടാ, ഇനി ഡോക്ടർ എന്താ പറഞ്ഞത്? ട്രാവൽ അവോയ്ഡ് ചെയ്യണമെന്നല്ലേ? ഇതിലേ പോ. ആ റോഡ് മുഴുവൻ കട്ടറ മാഡം. അതല്ലേ ഒരു രസം. എന്ത് രസം? അതേന്നെ, വണ്ടി വിട്. ചോ, ഇപ്പൊ എങ്ങനെയുണ്ട്? ശരിയാ, അപ്പുറം പോയ വലിയ കട്ടറുണ്ട്. നല്ല രസമായിരിക്കും. അതാ ഞാൻ പറഞ്ഞത്. ഏയ്, ഓട്ടോ. ദോ, ദോ നിർത്തണം. ദോ, നിർത്താനില്ല. നിർത്തണം. ചാകുനം മുടക്കി. ഇങ്ങോട്ട് ഇറങ്ങി വരാനാ പറഞ്ഞത്. ഇല്ല, ഇറങ്ങില്ല. താൻ വണ്ടി വിട്. ഇറങ്ങാനാ പറഞ്ഞത്. ഇറങ്ങാൻ. നിങ്ങൾ ഇതിൽ ഇടപെടണ്ട മാഡം. ഈ വളവ് കഴിഞ്ഞ ഇതിലും വലിയ കുഴിയുണ്ട്. നല്ല രസമായിരിക്കും. താൻ പോടോ. ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. പതുക്കെ പതുക്കെ, ഈ അവകാശം മതി. ദാ, തന്റെ പൈസ. എന്താ ലേഖ നീ കാണിക്കുന്നത്? ഹലോ, കല്യാണം കഴിഞ്ഞതല്ലേ? അതെ. ഭർത്താവിന്റെ അറിവോടുകൂടിയാണോ? ഭർത്താവിന് ഇപ്പൊ കുഞ്ഞു വേണ്ടെന്നുണ്ടോ? ഇല്ല. പിന്നെന്തിനാ അബോർട്ട് ചെയ്യുന്നേ? ഐ എം സോറി. കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ പ്രഗ്നൻസി അല്ലേ? ഞാൻ ചെയ്യില്ല. ഞാനെന്നല്ല, മെഡിക്കൽ പ്രൊഫഷനോട് കൂറുള്ള ആരും. ഡോക്ടർ, എനിക്ക് നോ. ഇനി എന്റെ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ ഹസ്ബൻഡിനെയും കൂട്ടി വരൂ. യു മേ ഗോ.
മാമ്പള്ളിക്കാരുടെ പറമ്പിൽ നിന്ന് ആരും കാണാതെ പറിച്ചോണ്ട് വന്നതാ. ലേക്കുട്ടി തിന്നു നോക്കിയേ. നല്ലല്ലേ? എന്താ ഇത്? കപ്പളങ്ങ വേണ? തുപ്പടി. തുപ്പടി പറഞ്ഞത്. ആരോട് ചോദിച്ചിട്ടാണ് ഇവർക്ക് കപ്പങ്ങ കൊടുത്തത്? ലേഖക്കുട്ടി ആവശ്യപ്പെടുന്നൊക്കെ കൊടുക്കണമെന്ന മുത്തശ്ശിയുടെ കൽപ്പന. അമ്പിളിയമ്മാനെ ചോദിച്ചാലും ഞാൻ പിടിച്ചോണ്ട് വരും. ബാലം പോയിക്കേ, കുട്ടി തിന്നോളൂ. ഒന്ന് പോരാ അവിടുന്ന്. കുട്ടി തിന്നോളൂ. പോരാ പറഞ്ഞത്. ലേഖയ്ക്ക് കപ്പങ്ങ കൊടുത്തവർ ആരോടും പറയരുത്. അതെന്താ ബാല? പറഞ്ഞതനുസരിച്ചാ മതി. പോടാ. എന്താണ് ഇതിന്റെ ഭാവം? നിന്നെയൊക്കെ ചവിട്ടുകയാ വേണ്ടത്. ചവിട്ടിക്കോ, അപ്പൊ സംഗതി എളുപ്പമാവൂലോ. നിന്നെ കഷ്ടം. നീ ഒരു സ്ത്രീയാണോ? ഈ വീട്ടിൽ നിനക്ക് എന്തിന്റെ കുറവാടി? സ്വന്തം പേരക്കുട്ടിയെ പോലെ അച്ഛമ്മ നിന്നെ കാണുന്നത്. ഇന്ന് വരെ ഒരു കുത്തുവാക്ക് അമ്മയിൽ നിന്ന് നീ കേട്ടിട്ടുണ്ടോ? ചെറിയമ്മമാരിലെ എത്ര സ്നേഹമായിട്ടാ നിന്നോട് പെരുമാറുന്നത്. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും അമ്പാടിയിൽ പിറക്കാൻ പോകുന്ന ഉണ്ണിക്ക് ഒരു ഉമ്മ കൊടുക്കുന്നത് അന്ത്യാഭിലാഷമായി കരുതുന്ന എന്റെ അച്ഛമ്മ ഇത് അറിഞ്ഞാലുണ്ടല്ലോ, ഈ വീട്ടിൽ ഓരോരുത്തരും മനക്കോട്ട കെട്ടിക്കൊണ്ടിരിക്കുക. അറിയില്ലെങ്കിൽ അവരോട് ചോദിക്ക്. കുട്ടികളില്ലാത്ത ദുഃഖം എന്താണെന്ന് അവര് പറഞ്ഞു തരും. മാതൃത്വം അനുഭവിച്ചറിയണം. അതൊന്നും ആർക്കും പഠിപ്പിച്ചു തരാൻ പറ്റില്ല. ഒരു പെണ്ണിന് ആഗ്രഹം ഉണ്ടാവില്ലേ, ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിച്ച് ഭർത്താവിന് സമ്മാനിക്കണമെന്ന്, ആ കുഞ്ഞിനെ മുലയൂട്ടണമെന്ന്? ഈ വയറ്റിൽ കിടക്കുന്ന എന്റെ പൊന്നോവനെ എനിക്ക് വേണം. പ്ലീസ്. കൃഷ്ണേട്ടൻ വരൂ വരൂ. ലക്ഷ്മേട്ടത്തെ കൃഷ്ണേട്ടൻ വന്നു. എന്താ കുട്ടി നീ കാണിക്കണേ? ദേഹം അനക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? മനഃപൂർവ്വമാണോ അതോ? മനഃപൂർവ്വമാണ്. അമ്മേ, ബാലൻ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. അമ്മയാകാൻ താല്പര്യമില്ലാത്ത ഇവളെ വിവാഹം കഴിച്ചത്. ഇവരുടെ എല്ലാ നിർബന്ധങ്ങളും ഇവ സമ്മതിക്കേണ്ടി വന്നത് അമ്മയ്ക്ക് വേണ്ടി മാത്രമാണ്. ഒരു ഭാര്യയായ മാറ്റമുണ്ടാവുന്ന കരുതിയത്. അമ്മേ, നമ്മുടെ കുഞ്ഞിനെ മുളയിലേ നുള്ളാനുള്ള ശ്രമമാ. പറഞ്ഞു മനസ്സിലാക്കായിരുന്നില്ലേ? പറഞ്ഞു. അറിയാവുന്ന ഭാഷകളിലെല്ലാം മനസ്സിലാവണ്ടേ അമ്മേ? അറിഞ്ഞാ നിങ്ങളുടെയൊക്കെ ചങ്ക് പൊട്ടു എന്നുള്ളതുകൊണ്ടാ ഇവൾക്ക് ഇവിടെ സൗന്ദര്യമാണ് വലുത്. എന്താ മോളെ ഇതൊക്കെ? മനഃപൂർവ്വമാണെന്ന് പറഞ്ഞില്ലേ? എടീ, മുത്തശ്ശനാകാൻ പോണെന്നുള്ള സന്തോഷ വാർത്ത അറിഞ്ഞ് മോൾക്കൊരു സമ്മാനമായിട്ടാണ് തന്നത്. സ്വന്തം കുഞ്ഞിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പെണ്ണ് മിസ് ഇന്ത്യ അല്ല വിശ്വസുന്ദരിയായാൽ പോലും ഏത് തറവാട്ടിലും അധികം പറ്റാ. എടീ, നീ ചെയ്യുന്നതിന് ശിക്ഷ എന്താ നിനക്കറിയോ? എന്ത് ശിക്ഷ വേണേലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. ഇതല്ലാതെ വേറെ വഴിയില്ല. ഇനി ആര് വിചാരിച്ചാലും എന്നെ രക്ഷപ്പെടുത്താനാവില്ല. എന്താ അച്ഛ തുറന്നു പറയൂ മോളെ? ഇല്ല അച്ഛമ്മേ, അത് എളുപ്പമല്ല. പറയൂ മോളെ, ഞങ്ങളൊക്കെ ഇല്ലേ? എന്താന്ന് വെച്ചാ നീ പറയും മോളെ. She's okay. Mr. Fernandez, good selection. Thank you. Her name is Lekha. അവരിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. Shall I call her? Okay. അങ്ങനെയാകുമ്പോൾ നമുക്ക് അവരെ നേരിട്ട് കാണാമല്ലോ. Sure. Send them here. Hello. Miss Lekha Menon. Meet Mr. Suresh Oberoi. ഹലോ സർ. Chief Executive of Canon Private Limited. ഓ, ഇവരുടെ കമ്പനിയുടെ ആഡിന് വേണ്ടിയിട്ടാണ് ലേഖയെ സെലക്ട് ചെയ്യുന്നത്. നൈസ് ഓഫ് യു സർ. ഈ കാരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ യു വിൽ ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. താങ്ക് യു വെരി മച്ച്. അങ്ങനെയാണെങ്കിൽ കോൺട്രാക്ട് സൈൻ ചെയ്തോളൂ. ഓ ഷുവർ.
3 വർഷത്തേക്കാണ് കോൺട്രാക്ട്. ഈ പീരീഡിൽ വേറെ ഒരു ഫാമിലി മറക്കാൻ പാടില്ല. യു ക്യാൻ ഗോ ത്രൂ ദ കോൺട്രാക്ട്. പെൻ പ്ലീസ് സർ. ഓൾ ദ ബെസ്റ്റ് മിസ് ലേഖ മേനോൻ. താങ്ക് യു സർ. ഇനി ഒരു കാര്യം ഞാൻ ചെയ്യാനുണ്ട്. കമോൺ ലിലി, കീപ് ദിസ് ആൻഡ് ഗിവ് മീ ദ ചെക്ക്. ദിസ് ഈസ് യുവർ അഡ്വാൻസ്. താങ്ക് യു. താമസിയാതെ ലേഖയ്ക്ക് കോൾ പ്രതീക്ഷിക്കാം. ഓക്കെ. ഷാൽ ഐ മൂവ് സർ? ഓഫ് കോഴ്സ്. കല്യാണം കഴിഞ്ഞ വിവരം മിസ്റ്റർ ഫെർണാണ്ടസ് അറിഞ്ഞപ്പോൾ അയാൾ ടെലിഫോണിലൂടെ എന്നെ വോൺ ചെയ്തിരുന്നു. ബാലേട്ടനുമൊത്ത് ഹണിമൂണിന് പോയ ഒരു ദിവസം ഞാൻ മിസ്റ്റർ ഫെർണാണ്ടസിനെ കാണാൻ ചെന്നു. ഐ എം സോറി. 3 വർഷത്തെ കല്യാണം കഴിക്കരുതെന്ന് കോൺട്രാക്റ്റിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടില്ലേ? സോറി സർ, വായിച്ചില്ല. അങ്ങനെ ഒരു ക്ലോസ് ഉള്ള വിവരം സാർ ടെലിഫോൺ ചെയ്തപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഈസ് ഇറ്റ് മൈ മിസ്റ്റേക്ക്? കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതിന് മുമ്പ് വായിച്ചു നോക്കാൻ ഞാൻ പറഞ്ഞിരുന്നല്ലേ? തെറ്റ് എന്റെയാ. എല്ലാരും നിർബന്ധിച്ചപ്പോ സമ്മതിക്കേണ്ടി വന്നു. ഓബ്ലിഗേഷൻസ്. ഓബ്ലിഗേഷൻസ്. ലേഖ മേനോൻ എന്നോട് മാത്രമേ കടപ്പാടുള്ളൂ, ഉണ്ടാകാവൂ. ഒള്ളി ഒഫീഷ്യൽ. ഐ എം സോറി സർ. ജീവന് തുല്യം സ്നേഹിക്കുന്ന ഭർത്താവ്, സ്വന്തം മകളോടെന്ന പോലെ സ്നേഹം കാണിക്കുന്ന കുടുംബം. ഐ എം വെരി ഹാപ്പി. ഈ പ്രൊഫഷൻ ഞാൻ നിർത്തുക. ഡ്രാഫ്റ്റാ ഇതുവരെ സാർ എനിക്ക് തന്ന തുക. പ്ലീസ് അക്സെപ്റ്റ് ദിസ്. ഡോണ്ട് ബി സില്ലി. വേണ്ടെന്ന് തോന്നുമ്പോൾ വലിച്ചെറിഞ്ഞു പോവാൻ ഇതെന്താ സർക്കാർ ഓഫീസോ? ഈ പ്രൊഫഷൻ അതിൻ്റെതായ ഒരു ചട്ടക്കൂടുണ്ട്. കോടികൾ വിറ്റഴിയുന്ന ഒരു പ്രൊഡക്റ്റിന്റെ മോഡലാണ് ലേഖ. ആ സ്ഥാപനം വേറൊരു പരസ്യം വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ലേഖ മേനോൻ അത് ചെയ്യേണ്ടി വരും. യു നോ വൈ? ദിസ് ഈസ് ബിസിനസ്. സർ, ഇപ്പൊ എനിക്കാവില്ല. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ എനിത്തിങ്. നമ്മൾ തമ്മിലുള്ള ബന്ധം ഒരു കോൺട്രാക്ട് മാത്രമാണ്. ലേഖ എന്നെ ലെറ്റ് ഡൗൺ ചെയ്താൽ ഞാൻ കോടതി കയറ്റും. ഐ വിൽ സീ യു ആൻഡ് ഐ ഡോണ്ട് ഹാവ് എനി സെന്റിമെന്റ്സ്. യു മേ ഗോ. ആവശ്യം വരുമ്പോൾ ഞാൻ വിളിക്കും. യു ഹാവ് ടു റിപ്പോർട്ട്. ലേഖ, പ്ലീസ് കം. കരയാ പിഴിയാന്നൊക്കെ പറഞ്ഞ കണ്ണുടക്കി. കല്യാണം കഴിഞ്ഞാൽ ഞാൻ കമ്പനി അറിയിക്കാതിരിക്കാം. ജസ്റ്റ് എ ഫേവർ. പക്ഷേ ഐ ഡോണ്ട് നോ, ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി പറയാൻ എനിക്ക് വിഷമമുണ്ട്. ബട്ട് ഐ എം ഫോഴ്സ്ഡ് ടു ഡു. ഐ എം എ ബിസിനസ് മാൻ. എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. യു ഷുഡ് നോട്ട് കൺസീവ്. മനസ്സിലായല്ലോ? കോൺട്രാക്ട് പീരീഡ് കഴിയുന്നവരെ ഗർഭം ധരിക്കരുത്. ഒരു കുഞ്ഞിന് വേണ്ടി ആ കുടുംബം. ഗോ ടു ഹെൽ. കുടുംബം, ബന്ധം, അതൊന്നും എനിക്കറിയില്ല. ഒരു ഉപകാരം ചെയ്യാമെന്ന് വെച്ചാൽ, ലിസൺ, ഇനിയും ലേഖയുടെ ഇഷ്ടപ്രകാരമാണ് നീങ്ങുന്നെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. യു മേ ഗോ. ഇതല്ലാതെ എനിക്ക് മറ്റൊരു മാർഗവുമില്ല. ഇങ്ങനെ ഒരു കോൺട്രാക്ട് ഉള്ള കാര്യം എന്നോട് പറയാറുന്നില്ലേ? അതിന്റെ സീരിയസ്നെസ് എനിക്ക് അറിയില്ലായിരുന്നു. എന്ത് കോൺട്രാക്ട് ആയാലും കല്യാണം കഴിഞ്ഞ പെൺകുട്ടി ഗർഭം ധരിക്കരുതെന്ന് പറയാൻ ഒരു നിയമത്തിലും ആവില്ല. മിസ്സസ് ലേഖയുടെ ഒരു ആഡ് കൊണ്ട് മാത്രം ആ ഫേമിനുണ്ടാകുന്ന ലാഭം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ക്രോസ്. കോടികൾ നഷ്ടം വന്നാൽ അവർ വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ഭാര്യയായി കുഞ്ഞിനെ പ്രസവിച്ച് വീട്ടിലിരുത്താനല്ല ഞാൻ ഇത്രയും പണം ചെലവാക്കിയത്. സീ, ഐ ആം എ ബിസിനസ് മാൻ. സാർ, ഇത് ബിസിനസ് അല്ല, എന്റെ മകളുടെ ലൈഫാണ്. അതിന്റെ പിന്നിൽ ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയുണ്ട്. ദാറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം. ലേഖ മേനോനെ ഞാൻ പോയി അന്വേഷിച്ച് പിടിച്ചതല്ല. എനിക്ക് ആപ്ലിക്കേഷൻ അയച്ച് ഞാൻ സെലക്ട് ചെയ്തതാണ്. സാർ ഒരല്പം മനുഷ്യത്വം കാണിക്കണമെന്നേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. കാര്യം അറിയാതെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഇത് ഞാൻ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഇറ്റ്സ് എ ചെയിൻ. സമാധാനം പറയേണ്ടത് ഞാനാണ്. അവളുടെ ഇപ്പോഴത്തെ സാഹചര്യം കൂടി കണക്കിലെടുക്കണം. സി മിസ്റ്റർ ബാലേന്ദ്രൻ, നിങ്ങൾ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അതൊന്നും അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ല. അറ്റ് പ്രസന്റ് ഷീസ് മൈ മോഡൽ. കുറെ നേരമായല്ലോ എന്റെ ലേഖ, എന്റെ മോഡൽ എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട്. അവൾ ഇവന്റെ ഭാര്യ. ആ കുട്ടി എവിടെയോ അറിയാതെ ഒപ്പിട്ട് പോന്നിരിച്ച് നിങ്ങളൊന്നും ആകുന്നില്ല. സാറിന് എന്താ ചെയ്യുന്ന വെച്ചാൽ അങ്ങ് ചെയ്തോ. നീ വാടാ. പിന്നെ സോറി, ശ്രീധരനുണ്ണി വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. മിസ്റ്റർ ഫെർണാണ്ടസ്, ഏത് എഗ്രിമെന്റ് ആയാലും അതിന് പഴുതുകൾ ഉണ്ടാവില്ലേ? പാർട്ടിക്ക് എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചാലോ? അതിനും കോൺട്രാക്റ്റിൽ വ്യവസ്ഥകളുണ്ട് മിസ്റ്റർ മേനോൻ. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പ്ലീസ് ഡോണ്ട് വേസ്റ്റ് മൈ ടൈം. ഈ 15-ാം തീയതി പുതിയ ആഡ് ചെയ്യാൻ ലേഖ ബോംബെക്ക് പോകേണ്ടി വരും. പോയേ പറ്റൂ. അത് നടക്കാത്ത കാര്യമാണ് സാർ. നടന്നില്ലെങ്കിൽ അപ്പം നമുക്ക് നോക്കാം. സർ, ഇറ്റ്സ് ഗുഡ്. ഹലോ, ഞങ്ങൾ അവസാനമായിട്ട് ചോദിക്കുക, ലേഖ എന്താ ചെയ്യേണ്ടത്? കോൾ മീ ആഫ്റ്റർ സം ടൈം. വെരി സിമ്പിൾ. ഷീ ഹാസ് ടു അബോർട്ട്. എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാനോ? അതിനുള്ള ധൈര്യം തനിക്കുണ്ടോ? യെസ്, ഐ മീൻ ഇറ്റ്. ലേഖയ്ക്ക് അതല്ലാതെ വേറെ ഒരു പോംവഴിയില്ല. അതർവൈസ് യു ഹാവ് ടു ഫേസ് ദ കോൺസിക്വൻസ്. വാട്ട് ബ്ലഡി കോൺസിക്വൻസ്? നീ വാടാ. ഇയാളൊരു പിന്നാക്കി ചെയ്യാൻ പോകുന്നില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇതും പറഞ്ഞ് എന്റെ ഭാര്യയെ ശല്യപ്പെടുത്തിയാൽ തന്നെ ഞാൻ വെറുതെ വിടില്ല. മിസ്റ്റർ ബാലേന്ദ്രൻ, 15th ഈസ് ദ ലാസ്റ്റ് ഡേറ്റ്. അതിനുള്ളിൽ ലേഖ മേനോൻ ഇവിടെ വന്നില്ലെങ്കിൽ ഞാൻ അവിടെ വരും. ഒറ്റയ്ക്കല്ല, വിത്ത് മൈ ലോയർ. വാട്ട് ബ്ലഡി നീ വാടാ ഇങ്ങോട്ട്. ഫെർണാണ്ടസ്, ഈ നാട്ടിൽ കോടതി നിയമമുണ്ടോന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. ആ, നോക്ക്. വേസ്റ്റിംഗ് ടൈം. അവരുടെ നിബന്ധനകളെല്ലാം സമ്മതിച്ച് ഒപ്പിട്ട് കൊടുത്തിരിക്കുകയല്ലേ? നിർബന്ധമായി അബോർട്ട് ചെയ്യിക്കാൻ കഴിയില്ലെങ്കിലും ചോദിക്കുന്ന തുക നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. ഭീമമായ ഒരു തുക തന്നെ അവരാവശ്യപ്പെട്ടേക്കാം. മാത്രമല്ല, വലിയൊരു കമ്പനിയായിരിക്കും കേസ് ഫയൽ ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായ ഗൗരവം ഉണ്ടാകും. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് കേസ് അയാൾക്ക് അനുകൂലമാവാനാണ് സാധ്യത. പിന്നെ എന്താ ഒരു പോംവഴി? അയാളുമായി തന്നെ സംസാരിച്ച് ഒരു തീർപ്പിലെത്തുക. അതേ വഴിയുള്ളൂ. ബാലേട്ടൻ അറിയാഞ്ഞിട്ടാ. പറഞ്ഞ പോലെ പ്രവർത്തിക്കുന്ന ആളാ. നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും, അത്രയല്ലേ ഉള്ളൂ. മിസ്സസ് ലേഖ മേനോൻ. ഹലോ മിസ്റ്റർ ഫെർണാണ്ടസ്. ഹലോ, ഓർമ്മയുണ്ടല്ലോ? ഇന്ന് ഡേറ്റ് 15-ആണ്. ഈസ് മിസ്റ്റർ പ്രസാദ് മൈ ലോയർ. ഇരിക്കൂ. നോ താങ്ക്സ്. ലേഖ മേനോൻ. സോറി, അവൾക്ക് നല്ല സുഖമില്ല. എന്താ വേണ്ടത്? അത് ലേഖയോട് പറയേണ്ടതാണ്. മിസ്റ്റർ ഫെർണാണ്ടസ്, പ്ലീസ് ലിസൺ. നോ, നമുക്ക് തമ്മിൽ ഇനി സംസാരിക്കാനൊന്നുമില്ല. ഇപ്പൊ ലേഖയെ കാണാൻ സാധ്യമല്ല. ലേഖ, ലേഖയ്ക്ക് നാളെ ബോംബെക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റാണ്. അടുത്ത ആഡിന് വേണ്ടി. അതിനു മുമ്പ് ഒരു ഹോസ്പിറ്റലിൽ പോകണം. എല്ലാ അറേഞ്ച്മെന്റ്സും ഞാൻ നടത്തിയിട്ടുണ്ട്. സോറി സർ, എനിക്കതിന് കഴിയില്ല. അവസാനമായി ലേഖയ്ക്കൊരു ചാൻസ് തരികയാണ്. കമൺ പ്രസാദ്. എങ്കിൽ ഈ നോട്ടീസിൽ ഒരു ഒപ്പിട്ട് തന്നാൽ മതി. സർ, തീരുമാനിക്കേണ്ടത് ലേഖയാണ്. ഒന്നുകിൽ ഫ്ലൈറ്റ് ടിക്കറ്റ്, അല്ലെങ്കിൽ ചോയ്സ് ഈസ് യുവേഴ്സ്. സർ, ഇന്ന് വരെ ഞങ്ങൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. ദയവായി ഇനി എന്റെ കുട്ടിയെ കണ്ണീര് കുടിപ്പിക്കരുത്. എത്രയോ കാലത്തെ കാത്തിരിപ്പിന് ശേഷമാ ഈ തറവാട്ടിലൊരു കുഞ്ഞുണ്ടാകാൻ പോണം. ദൈവം അനുഗ്രഹിച്ചത് ഭാഗ്യം. നിങ്ങളായിട്ട് തകർക്കരുത്. നിയമം നിങ്ങളുടെ ഭാഗത്തായിരിക്കും, പക്ഷെ സത്യം ഞങ്ങളുടെ ഭാഗത്താണ്. ദയവ് ചെയ്ത് എന്റെ മോളെ കോടതി കയറ്റരുത്. സ്നേഹിക്കാൻ മാത്രമേ ഞങ്ങൾക്കറിയൂ. ഞങ്ങളെ ഉപദ്രവിക്കരുത്. നിങ്ങളാണ് എന്നെ ഉപദ്രവിച്ചത്. യു ഹാവ് ചീറ്റഡ് മീ. എന്നിട്ട് എല്ലാവരും കൂടെ എന്നെ ബ്ലെയിം ചെയ്യുവാണോ? നോ, നിങ്ങളുടെ സെന്റിമെന്റ്സ് ഒന്നും എനിക്ക് കേൾക്കണ്ട. സർ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്റെ കുഞ്ഞിനെ വേണമെങ്കിൽ നശിപ്പിക്കാം, അല്ലെങ്കിൽ വലിയൊരു തുക നഷ്ടപരിഹാരമായി ചോദിക്കാം. അതിനു മുമ്പ് ഒന്ന് ആലോചിക്കണം. എന്നെയും ലേഖയും എന്റെ അമ്മയും ഞങ്ങളെല്ലാവരെയും വിട്ടേക്ക്. ഇതെന്റെ അച്ചമ്മയാണ്, ഈ കുടുംബത്തിന്റെ നെടുന്തും, ഞങ്ങളുടെയൊക്കെ ദൈവം. ഒരൊറ്റ ശ്വാസത്തിലാണ് അവര്. മരിക്കുന്നതിന് മുമ്പ് തറവാട്ടിലൊരു കുഞ്ഞുണ്ടായി കാണണമെന്ന് ഇനി സാറിന്റെ ഇഷ്ടം.
ലേഖേ അതൊപ്പിട്ട് കൊടുത്തേക്കും. മോനൊന്നിങ്ങ് വരൂ, വരൂ. ഇത് കണ്ടോ? മോനിത് കണ്ടോ? പിറക്കാനിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞിനു വേണ്ടി ഉണ്ടാക്കിയ ചന്ദനത്തൊട്ടില്ല. അത്രയ്ക്ക് മോഹമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. മോന്റെ നഷ്ടം തീർക്കാൻ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. ഈ തറവാട് വേണം, എടുത്തോളൂ. ഞങ്ങളുടെ സ്വത്തുക്കളെല്ലാം എടുത്തോളൂ. നിനക്കുമില്ലേ മോനെ ഭാര്യയും കുട്ടികളും? ഞങ്ങളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കരുത്. ഞാൻ മോന്റെ കാല് പിടിക്കാം. ഈ മുത്തശ്ശിയുടെ അവസാനത്തെ ആഗ്രഹം നീ സാധിച്ചു തരില്ലേ മോനെ? അമ്മച്ചി, എന്റെ അമ്മച്ചിയുടെ രൂപം എനിക്ക് ഓർമ്മയില്ല. കുടുംബം, ബന്ധം, സ്നേഹം, അതിന്റെ ഒന്നും വില ഞാൻ അറിഞ്ഞിട്ടില്ല. ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടായത് ആദ്യത്തെ കുഞ്ഞ് പിറന്നപ്പോഴാണ്. പക്ഷെ ആ സന്തോഷം ഒരു വർഷത്തേക്ക് മാത്രം. അവൾ കുഞ്ഞിനെ കൊണ്ട് പോയി. എന്റെ പരിക്ക സ്വഭാവം കൊണ്ടായിരിക്കാം. അതോടെ മനസ്സ് വീണ്ടും മുരടിച്ചു. സുന്ദരികളായ സ്ത്രീകളെ മോഡലുകളായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിന്റെ ബിസിനസ്. സ്ത്രീയുടെ മറ്റൊരു മുഖം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അമ്മ എന്നോട് പൊറുക്കണം. മിസ് ലേഖ, നോ, മിസ്സിസ് ലേഖ ബാലേന്ദ്രൻ. നിങ്ങളുടെ നേട്ടത്തിന് മുമ്പിൽ എന്റെ നഷ്ടമൊന്നുമല്ല. Now you are free. All the best. Thank you, sir. Thank you very much. വാശിയോടെയാണ് വന്നത്. പക്ഷേ ഈ കുടുംബത്തിന്റെ സ്നേഹബന്ധം കണ്ട് അസൂയയോടെ തിരിച്ചു പോകുന്നു. ഗുഡ് ബൈ. മൂന്ന് മാസമായിട്ടും ചെക്കപ്പ് ഒന്നും നടത്തിയില്ലല്ലേ? നൗ ഇറ്റ് ഈസ് ടു ലേറ്റ്. എന്താ ഡോക്ടർ? ഹൈ BP ഉണ്ട്. ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് എടുക്കണം. ഡോക്ടർ, അതുകൊണ്ട് ഡെലിവറിക്ക് എന്തെങ്കിലും? പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്താൽ പല കോംപ്ലിക്കേഷൻസും ഉണ്ടാവും. അതുകൊണ്ട് ലേഖയുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് ഐ വിൽ അഡ്വൈസ് ഫോർ എ DNC. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ലുക്ക് ലേഖ, സീരിയസ്നെസ് അറിയാതെ സംസാരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ലേഖയുടെ ലൈഫിന്റെ റിസ്ക്. ആ റിസ്ക് ഞാൻ എടുക്കാം. എന്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ലേഖ, ഞാൻ പറയുന്നത്... ഒന്നും പറയണ്ട. എല്ലാവരോടും ഞാൻ പറഞ്ഞു കഴിഞ്ഞു സേഫ് ഡെലിവറി ആയിരിക്കുമെന്ന്. അവരൊക്കെ വളരെ ഹാപ്പിയാ. ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റൂ. എനിക്കിപ്പോ വേണ്ടത് നിന്നെയാ, നിന്നെ മാത്രം. ബാലേട്ട, എനിക്കുള്ള ശിക്ഷയായിരിക്കും ഇത്. എന്റെ കുഞ്ഞിനെങ്കിലും ബാലേട്ടന് സമ്മാനിക്കണം. അതെങ്കിലും. ആരാ മിസ്റ്റർ ബാലൻ? ഞാനാ. ഒന്ന് വരൂ. എന്താ ലേഖേ? ബാലേട്ട, അമ്മയെ വേണോ കുഞ്ഞിനെ വേണോന്ന് ഡോക്ടർ ചോദിക്കും. നമ്മുടെ കുഞ്ഞിനെ വേണ്ടെന്ന് മാത്രം ബാലേട്ടൻ പറയരുത്. എന്താ ലേഖ നീ പറയുന്നത്? അങ്ങനെ ഒന്നും സംഭവിക്കില്ല. എന്റെ അവസാനത്തെ ആഗ്രഹ ബാലേട്ട. പ്ലീസ് ബാലേട്ട, ബാലേട്ട.
ഒന്നുമില്ല. എന്താടാ? എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. എനിക്കിതൊന്നും കാണാനുള്ള കെൽപ്പില്ല. എന്നെ അങ്ങ് വീട്ടിൽ കൊണ്ടുവാക്ക സേവര. ആരായണ അയ്യോ പോവല്ലേ പോവല്ലേ, വണ്ടി പോവല്ലേ, ഡ്രൈവറേട്ടാ, എന്റെ പൊന്നു ഡ്രൈവറേട്ടാ പോവല്ലേ, ഒന്ന് വേഗം വാ, പോലെ വാ, പളിങ്ങി നടക്കാതെ വേഗം വാ. എടാ അമ്പാടിത്തറവാടി പ്രസവ മത്സരവോ? ചെല്ല് ചെല്ല്. പോയിട്ട് വരട്ടെ, മിക്കവാറും ഇത് വണ്ടി തന്നെ നടക്കും.